യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ലോകത്തിൽ എവിടെയും ദുഃഖത്തിന്റെ ബാധയില്ലാത്ത സുഖമില്ല. ഏതു പദവിയിലിരുന്നാലും, ബ്രഹ്മാവിന്റെ പദവി മുതൽക്ക് കൃമികീടങ്ങൾ വരെ, പുരാണ കഥകളൊക്കെ ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള യുദ്ധം ഉണ്ടായി എന്നൊക്കെ. എന്തിനാ ഈ കഥ പറയണതെന്ന് വെച്ചാൽ അവിടെ പോയാലും സമാധാനമൊന്നും കിട്ടാൻ പോണില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇഹാമുത്ര ഫലഭോഗ വിരാഗ. ഇവിടെ മാത്രമല്ല, അവിടെ പോയാലും കമ്മിറ്റിയും ലഹളയും ഒക്കെ നടക്കും, സൺഡേയും ഒക്കെ നടക്കും എന്നറിയാൻ വേണ്ടിയിട്ടാത്രേ. ബ്രഹ്മാവിന്റെ ലോക പര്യന്തം ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോർജുന. എല്ലായിടത്തും വീണ്ടും തിരിച്ചു വരവുണ്ട്, ദുഃഖമുണ്ട്. ദുഃഖത്തിന്റെ ബാധ കൂടാതൊരു സുഖമില്ല. പുറമേ ലോകത്തിൽ നോക്കിയാൽ നമുക്ക് തന്നെ അത് കാണാൻ സുഖമായിട്ട് ഇരുന്നു എന്ന് പറയും. എത്ര ദിവസത്തേക്ക് എന്നുള്ള ചോദ്യമേ ഉള്ളൂ. സുഖം എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ ദുഃഖത്തിന്റെ ഒരു വശമാണ്, ഒരു സൈഡിനെയാണ് സുഖം എന്ന് വിളിക്കുന്നത്. അതിന്റെ തന്നെ ഇഫക്റ്റാണ് ദുഃഖം വരാൻ പോണത്. എത്ര കണ്ട് അതിനോട് സുഖം അനുഭവിച്ചോ അതിന് തന്നെ ദുഃഖം വരാൻ പോകും. ഏത് നമുക്ക് സുഖം തന്നോ അത് നമ്മളെ വിട്ടുപോകുമ്പോൾ അത്യധികം ദുഃഖിപ്പിക്കും. ഇത് വിവേകമുള്ളവർക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു പോകുമ്പോ കൗസല്യ പറയണ്ട്, ഞാൻ കുട്ടിയെ ഉണ്ടാവാതിരുന്നത് നന്നായിരുന്നു. ശ്രീരാമൻ തന്നെ പറയണു, എന്നെ പോലൊരു മകൻ ഇനി ഒരു സീമന്തിനെയും പ്രസവിക്കാതിരിക്കട്ടെ എന്നാണ്. നല്ല കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിട്ടുപോകുമ്പോ ഏറ്റവും അധികം ദുഃഖം. മാസ്മ സീമന്തിനീകാച്ചി ജനയേത് പുത്രം ഈദൃശം സൗമിത്രേയോഹം അംബായാഹ ദദ്മി ശോകം അനന്തകം. അന്തമില്ലാത്ത ശോകം കൊടുക്കണം. എന്താന്ന് വെച്ചാൽ നല്ല മകനാ, ഭാഗവതത്തിൽ ഒരു ചീത്ത മകൻ, അയാളെ കൊണ്ട് ഒരുപാട് ഉപദ്രവം അനുഭവിച്ച ഒരു രാജാവ്, അങ്കൻ എന്ന് പറഞ്ഞ രാജാവ്. അവസാനം വൈരാഗ്യം വന്ന് സന്യാസമായി പോയി. അപ്പൊ പറഞ്ഞു, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം എന്നാണ്. ദുഃഖത്തിനെ ഉപേക്ഷിച്ചു പോകുമ്പോ സുഖം, സുഖം നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോ ദുഃഖം. ആ മകനെ വിട്ടിട്ട് പുറപ്പെടുമ്പോ രാജാവ് പാട്ടുപാടിക്കൊണ്ട് പോയി അത്രേ. പോയി എന്നാണ് പോയില്ല. കഥപത്യം മൃതം മന്യേ സതപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻമർത്യ യത് ക്ലേശനിവഹാഹ ഗൃഹാഹ. ഇങ്ങനെ ചീത്ത മക്കളെ കൊണ്ടുള്ള ഉപദ്രവം കിട്ടാത്ത ഏത് അമ്മമാർക്കാണ് വൈരാഗ്യം ഉണ്ടാവുക എന്ന് ചോദിക്കണം അദ്ദേഹം. പറഞ്ഞാക്കാത്ത മക്കളെ കൊണ്ട് വൈരാഗ്യം ഉണ്ടാവാത്ത, ഈശ്വരന്റെ അനുഗ്രഹം തന്നെ പറഞ്ഞാക്കാത്ത മക്കളാണ് എന്നാണ് ആ രാജാവിന്റെ സിദ്ധാന്തം. എന്നുവെച്ചാൽ ദുഃഖിപ്പിക്കുന്നതിനെ ഉപേക്ഷിക്കുന്നത് സുഖം, സുഖിപ്പിക്കുന്നത് നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നത് ദുഃഖം. ഇത് രണ്ടും ആർക്കും തടുക്കാൻ പറ്റില്ല. ദുഃഖിപ്പിക്കുന്നത് ഇരുന്നുകൊണ്ടേയിരിക്കും, അത് പോണെന്ന് വിചാരിച്ചാൽ പോവില്ല. സുഖിപ്പിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഇതൊക്കെ നമുക്ക് പ്രകൃതിയുടെ ധർമ്മങ്ങളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്. എന്നാ ശരി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, ഇതിങ്ങനെയാണെന്ന് സ്വീകരിച്ച്, ലോകത്തിലെല്ലാവരും അങ്ങനെയാണല്ലോ ഇരിക്കണത്, ഇങ്ങനെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ പറയുമ്പോ നിങ്ങളിപ്പോ പുതിയതായിട്ടൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയല്ല, ഓ അങ്ങനെ തന്നെ എന്ന് സർട്ടിഫൈ ചെയ്യാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഇതിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തന്ന് പുതിയതായിട്ടൊരു നോളേജ് നിങ്ങളുടെ തലയിലേക്ക് ഇടല്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഇവിടെ പറയുമ്പോ ഒന്നുകൂടെ ഓ അങ്ങനെ തന്നെ എന്ന് പറയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ദുഃഖത്തിന്റെ ബാധ കൂടാതെ സുഖം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് ഉള്ളിൽ.
അതെങ്ങനെ വന്നു എന്നാണ് ചോദ്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദ സെർച്ച് കണ്ടിന്യൂസ്, ദ ക്വസ്റ്റ് കണ്ടിന്യൂസ്. എന്തുകൊണ്ടാ? എവിടെയോ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ള ഒരു അനുഭവമുണ്ട്, അവ്യക്താനുഭവമുണ്ട്, ഗൂഢാനുഭവമുണ്ട്. ദുഃഖം പ്രവേശിക്കാൻ സാധ്യമല്ലാത്തതായ ഒരു സ്ഥാനമുണ്ട് എന്നാണ്. അങ്ങടേക്ക് ദുഃഖം പ്രവേശിക്കില്ല, സുഖം മാത്രമേ അവിടെ ഉള്ളൂ. അത് ഈ കഥകളിൽ വല്ലതും ആണോ, ഇമാജിനേഷൻ ആണോ എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞു, എല്ലാവർക്കും അവരവരിൽ തന്നെ അധികം പ്രീതി ഉളവാകുന്നു. രണ്ടാമത്തെ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ. ആദ്യത്തെ ലൈൻ, സകല ജീവികളും ദുഃഖത്തിന്റെ ബാധ കൂടാതെ എന്നും സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തത്, എല്ലാവർക്കും അവരവരിൽ തന്നെ അധികം പ്രീതി ഉളവാകുന്നു. വലിയ ഉപനിഷത്ത്. അവനോട് ഇഷ്ടം ഇവനോട് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലും എല്ലാ ഇഷ്ടത്തിന്റെയും പിറപ്പിടം ആത്മാവാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ഉപനിഷത്തില് മൈത്രേയി, കാത്യായനി എന്ന് രണ്ട് ഭാര്യമാരാണ് യാജ്ഞവൽക്യ മഹർഷിക്ക്. ബൃഹദാരണ്യക ഉപനിഷത്ത് യാജ്ഞവൽക്യ കാണ്ഡം എന്ന് തന്നെ ആ കാണ്ഡത്തിന് പേര്. അതിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംവാദമാണ്. നമ്മൾ ഉപനിഷത്ത് എന്ന് വെച്ചാൽ ഏതോ സന്യാസികളൊക്കെ കൂടിയിരുന്ന് വർത്തമാനം പറയേണ്ടതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കുറെ സന്യാസികൾ മാത്രം, അവര് മാത്രം ഇരുന്ന് എവിടെയോ കാട്ടിൽ വർത്തമാനം പറയണു. അല്ല, രാജസദസ്സില്, അതേപോലെ ഋഷി ആശ്രമത്തില്. ഇവിടെ മൈത്രേയി, കാത്യായനി, അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ്. യാജ്ഞവൽക്കിന് ധാരാളം സ്വത്തുണ്ട്, ഒരുപാട് സമ്പത്ത്. മഹർഷിക്ക് ഇത്രയൊക്കെ സമ്പത്ത് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ, രാജാവ് ജനകന്റെ സഭയിൽ പോയി ബ്രഹ്മവിചാരം, ബ്രഹ്മസഭ നടക്കുമ്പോ ഓരോരോ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടും 1000 പശുവിന് കൊമ്പിൽ സ്വർണം കെട്ടിയിട്ട് കൊടുക്കും ജനകൻ. ഇതൊക്കെ യാജ്ഞവൽക്യനാണോ കൊണ്ടുവരുന്നതും. ഇതൊക്കെ നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തിൽ കണ്ടതാണ്. വളരെ വിസ്താരമായിട്ടുള്ള ഒരു വലിയൊരു ഉപനിഷത്ത്. അപ്പൊ ഓരോരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും 1000 പശുവാണ് അന്നത്തെ ധനം. അപ്പൊ അതിന് കൊമ്പില് സ്വർണം കെട്ടിയ പശു ജനകൻ കൊടുക്കും. സഹസ്രം ദദാമി എന്നാണ്. അത് യാജ്ഞവൽക്യ ജനക സംവാദം എന്ന് പറഞ്ഞൊരു കാണ്ഡം പ്രത്യേകം വരും. അവസാനം ജനകൻ പറഞ്ഞു, മിഥിലാപുരിയെ ഞാൻ നിങ്ങൾക്ക് തരണു എന്നാണ്. മിഥിലാപുരിയെ മാത്രം ഞാൻ എന്നെ തന്നെ താങ്കളുടെ ശരണാഗതി ചെയ്ത് ദാസനായിട്ട് തരണു എന്ന് പറഞ്ഞു യാജ്ഞവൽക്യന്റെ അടുത്ത്. അതുവരയ്ക്കും ഉപദേശം തുടർന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് സമ്പത്ത് ആശ്രമത്തിലുണ്ട്. അദ്ദേഹം ഗൃഹസ്ഥനാണല്ലോ, പിന്നെ ഒരു വലിയ കുലപതിയാണ്, പാഠശാല നടത്തുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് സമ്പത്തൊക്കെ ആവശ്യമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു, വാനപ്രസ്ഥവും കഴിഞ്ഞു. അപ്പോ യാജ്ഞവൽക്യൻ തന്റെ രണ്ട് ഭാര്യമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതാ എന്റെ സമ്പത്തൊക്കെ പിരിച്ച് 2 ഭാഗമാക്കി കാത്യായനിക്കും മൈത്രേയിക്കുമായിട്ട് പിരിച്ചു കൊടുക്കാൻ പോവാണ്. ആ അമ്മയും അവിടെ ഉണ്ടായിരുന്നിരിക്കണം, കാത്യായനി. ആ അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ സ്വീകരിച്ചു. കാരണം ഋഷികൾ ചെയ്യുന്ന കാര്യമാണ് പ്രവ്രജനം എന്ന് പറയണത്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. പുറപ്പെടുകയാണ് അദ്ദേഹം. ആ സമ്പത്തിനെ പകുതിയാക്കിയിട്ട് കാത്യായനിക്ക് മൈത്രേയിക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ മൈത്രേയി ചോദിക്കുകയാണ്, ഈ വിത്തം കിട്ടിയാൽ ഞാൻ അമൃതയായിട്ട് തീരുവോ? എല്ലാം അറിയുന്ന അവിടുന്ന് ഈ വിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ എന്തോ ഒന്നിൽ പ്രീതി വെച്ചുകൊണ്ട് പുറപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഈ വിത്തം നമ്മൾക്ക് പൂർണ്ണത്വം തരില്ല. ഏനാഹം അമൃതാസ്യാം, ഏതൊന്ന് കിട്ടിയാലാണോ ഞാൻ അമൃതയായിട്ട് തീരുക, അതിനെ അവിടുന്ന് എനിക്ക് തരണം. വിത്തേന തർപ്പണീയോ മനുഷ്യ.
അതുകൊണ്ട് ഈ വിത്തം എനിക്ക് വേണ്ട, ഈ ഏതൊന്ന് കിട്ടിയാൽ ഞാൻ അമൃതയായിട്ട് തീരുമോ അത് തരൂ. അങ്ങ് ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ. ഈ ധനം കൊണ്ട് പൂർണ്ണ സംതൃപ്തി വരുമെങ്കിൽ ഇതൊക്കെ എന്തിനിട്ടിട്ട് പോണം? ഇത്രയും സമ്പത്ത് ഇതൊക്കെ അങ്ങിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ആയിരം ലക്ഷക്കണക്കിന് പശുക്കള് ഇതൊക്കെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ധനം പരമശ്രേയസ്കരമല്ല, വേറെ എന്തോ ഒന്ന് പ്രീതിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് യാജ്ഞവൽക്യൻ പറയുന്നത്, അരേ മൈത്രേയി എന്ന് വിളിക്കാൻ. നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളായിട്ട് തീർന്നിരിക്കണോ മൈത്രേയി എന്നാണ്. എത്ര ദിവസം പ്രീതി ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇത്ര ദിവസം ഉണ്ടായിരുന്ന പ്രിയത്തിനേക്കാളും 100 മടങ്ങ് 1000 മടങ്ങും പ്രിയം അധികമായി എന്നാണ്. ഇപ്പൊ ഭാര്യയായിട്ടുള്ള പ്രിയമല്ല. പാർവതി പരമേശ്വരന്മാര് സംവാദം ചെയ്തു എന്നൊക്കെ പറയണ പോലെ ഇവിടെ മൈത്രേയി ബ്രഹ്മവിദ്യയിൽ ചോദിക്കുകയാണ്. ഈ ലോകത്തിലുള്ളതൊക്കെ അനിത്യമാണ് എന്ന് വാസ്തവമായി അറിഞ്ഞു. എനിക്ക് ഏതൊന്ന് വാസ്തവത്തിൽ പ്രിയകരമായിട്ടുള്ളതോ അതിനെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ യാജ്ഞവൽക്യൻ പറയാണ്, വളരെ പ്രിയമായിട്ട് നീ വർത്തമാനം പറയണമല്ലോ. ഹരേ മൈത്രേയി, ഡോ മൈത്രേയി എന്നാണ്. നമ്മുടെ പ്രിയം വരുമ്പോ പെൺകുട്ടികളെ ഡോ എന്ന് വിളിക്കും, ആൺകുട്ടികളെ ഡി എന്ന് വിളിക്കും, ഒക്കെ ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ അത്ര പ്രിയമാണ്. അതുകൊണ്ടാണ് ഹരേ മൈത്രേയി ആത്മാ അരേ അയം ആത്മാ ദ്രഷ്ടവ്യ. ഹേ മൈത്രേയി, ഈ ആത്മാവിനെ കാണേണ്ടിയിരിക്കുന്നു. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആത്മാവിനെ കേട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യണം. ആത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠതമമായ വസ്തു. ശ്രേഷ്ഠതമ. വിത്താത് പ്രയ പുത്രാത് പ്രയ സർവസ്മാത് പ്രയ. എല്ലാത്തിനേക്കാളും പ്രിയതമമായിട്ടുള്ളത് ആത്മാവാണ് മൈത്രി. ന പത്യുഃ കാമായ പതിഃ പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിഃ പ്രിയോ ഭവതി. ന ജായായൈ കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. ന പുത്രാണാം കാമായ പുത്രാഹ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാഹ പ്രിയാ ഭവന്തി. ഇങ്ങനെ പോണു യാജ്ഞവൽക്യന്റെ ഉപദേശം. ഭർത്താവിന് വേണ്ടി ഭർത്താവ് ഇഷ്ടപ്പെടുകയല്ല, ആത്മനസ്തു കാമായ. അതിനകത്തുള്ള ആള് പോയാലും ഇതിനകത്തുള്ള ആള് പോയാലും രണ്ടും കാര്യമില്ല. അതിനകത്തുള്ള ആള് പോയാലോ ആ ശരീരത്തിനോടാണ് ഉള്ളപ്പോഴൊക്കെ പ്രിയം അല്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഇപ്പൊ ശവം എടുക്കാൻ നിർത്തിയില്ല, ഇതിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ ഭാര്യ തന്നെ പറയും കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ്. വേറെ ആരും ഇല്ലെങ്കിൽ തനിച്ച് കിടക്കാനാണെങ്കിൽ പേടി ഭാര്യയ്ക്ക്. ചിലപ്പോൾ നേരം വിളിച്ചായ പേടിച്ചിട്ട് 2 കിടക്കും അവിടെ. ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ എന്ന് ആചാര്യസ്വാമി. എന്താ ഇന്നലെ വരെ ഉള്ള ഭർത്താവല്ലേ, ഇപ്പൊ എന്തു പറ്റി? പോയി, ഭർത്താവ് പോയി. എവിടെ പോയി അറിയില്ല. ശരീരത്തിനെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞോളൂ, കുഴപ്പമില്ല, അത് വെച്ചിട്ടും കാര്യമില്ല എന്നറിയാം. ആത്മനസ്തു കാമായ. മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയും, ഒക്കെ അവനവന്റെ അടുത്തുള്ള ഇഷ്ടമാണ്. പ്രീതി ഇവിടെയാണല്ലോ ഉണ്ടാവണത്, അവിടെയല്ലല്ലോ. നമ്മൾ എന്തും വളരെ ശ്രേഷ്ഠമെന്ന് പറയുന്നത് നമ്മളുടെ പ്രതിഫലനം അവിടെ കാണുമ്പോൾ മാത്രമാണ്. ഇഷ്ടദൈവം, എനിക്ക് ഏറ്റവും ഇഷ്ടദൈവം എന്തുകൊണ്ട്? എന്റെ ഇഷ്ടദൈവമായതുകൊണ്ട്. ഹിന്ദുമതം ഏറ്റവും ശ്രേഷ്ഠം എന്തുകൊണ്ട്? ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചതുകൊണ്ട്. ഒരാളോട് ഞാൻ പറഞ്ഞു, ഈ ഹിന്ദുക്കളൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കണം, മുസ്ലിംസൊക്കെ കൂടിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം വല്ലാത്ത ദേഷ്യം പാവും, വളരെ വിഷമം, വയസ്സുമായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നാൽ നമ്മളുടെ മതപ്രകാരം യം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം. അവസാനമാകുമ്പോ എന്ത് വിചാരിച്ചുകൊണ്ട് മരിക്കണോ അതായിട്ട് ജനിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ജന്മം നിശ്ചയമായിട്ടും ഒരു മുഹമ്മദനായ മുസൽമാനായിട്ടാണ് ജനിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് വിഷമേ ഉണ്ടാവില്ല, എവിടെ നോക്കിയാലും നമ്മളുടെ ആളുകളെ കാണുള്ളൂ.
പിന്നെ ചൈതന്മാരൊന്നും കാണില്ല, നിങ്ങൾ കാഫീറൊന്നും കാണില്ല. എവിടെ നോക്കിയാലും നമ്മളുടെ ആളുകളെ ഉണ്ടാവുള്ളൂ. ഭയമില്ല എന്നാണ്. എന്താ നിങ്ങൾ അതാണല്ലോ ചിന്തിച്ചുകൊണ്ട് മരിക്കാൻ പോണത്? നമ്മൾ അതാണെങ്കിൽ ഇതിനെ കണ്ട ദേഷ്യം, ഇതാണെങ്കിൽ അത് കണ്ട, അത്രയേ ഉള്ളൂ. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അവരുടെ ഇടയിലും പോയി നോക്കിക്കോളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ നോക്കിക്കോളൂ, അവരവരുടെ ഗ്രൂപ്പിനോട് പ്രിയം. ആ ഗ്രൂപ്പിനിടയിൽ ഫാമിലി പ്രിയം, ഫാമിലിയുടെ ഇടയിൽ ഞാൻ വലിയ ആള്. ആത്മനസ്തു കാമായ. ശരി, ശരീരത്തിനോടുള്ള പ്രിയമാണോ അത്? അങ്ങനെയാണോ തോന്നുക കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? എന്റെ പേഴ്സണാലിറ്റിയോടുള്ള പ്രിയം. പേഴ്സണാലിറ്റിയിലും അല്ല. അതിന് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും, ഈ പ്രിയം എവിടെയായിരിക്കണത്? പ്രിയമെന്നൊരു വാക്കിനു നീ പൊരുൾ എന്നാണ്. പ്രിയമെന്ന വാക്കിന് പൊരുൾ ആരാണ്? പ്രിയം എന്നൊരു പ്രിയം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശ്രുതി തന്നെ പറയണ തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണ പക്ഷഃ പ്രമോദ ഉത്തര പക്ഷഃ ആനന്ദ ആത്മാ. പ്രിയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? എന്തിനോടെങ്കിലുമൊക്കെ പ്രിയം വയ്ക്കാതെ? ശരി, പ്രിയം വയ്ക്കുന്ന വസ്തുവിനെ സുഖിപ്പിക്കാനാണോ? ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് ചുംബിക്കുമ്പോ കുട്ടിക്ക് സുഖമുണ്ടാവും. അപ്പൊ ഇയാള് വിട്ടാ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാൾ വിടണില്ല. എന്താന്ന് വെച്ചാൽ ഇയാൾക്കാണ് സുഖം. പ്രിയവും സുഖവും, പ്രിയം വെക്കുമ്പോ സുഖം ഉണ്ടാവണു. ആ സുഖത്തിന് വേണ്ടിയാണ് പ്രിയം വെക്കണത്. സുഖം പ്രിയം രണ്ടല്ല. മോദം, പ്രമോദം, ആനന്ദം ഒക്കെ പ്രിയത്തിന്റെ പുറകുവശത്തുണ്ട്. പ്രിയം വെക്കുമ്പോ അതിൽ മോദമുണ്ട്, പ്രമോദമുണ്ട്, ആനന്ദമുണ്ട്. പക്ഷെ നിത്യപ്രിയമായ ഒരു വസ്തുവും കാണാനില്ല. പുറമെയുള്ള വസ്തുക്കളൊക്കെ മാറണു, വേറെ ഒന്ന് മാറ്റി. പക്ഷെ പ്രിയം ഉണ്ടാവുന്നത് ഇവിടെയാണ്. അതാണ് ഗോപസ്ത്രീകള് ഭാഗവതത്തിൽ പറഞ്ഞു, നിത്യപ്രിയേ ത്വയി പതിസുതാദിവിരാർത്തിദൈഹിക്കും. കൃഷ്ണന്റെ അടുത്ത് പറയണു, അവിടെയും ഇവിടെയൊക്കെ പ്രിയം വെച്ചിട്ട് എന്ത് കാര്യം? ഒക്കെ വരും പോവും. കുറുവന്തി ഹി ത്വയി രതിം കുശലാഹ സ്വ ആത്മൻ നിത്യപ്രിയേ പതിസുതാദിവിരാർത്തിദൈഹിക്കും. നീ നിത്യപ്രിയനാണ്. ആരായി നീ? ആത്മന്. ആത്മാവാണ് നിത്യപ്രിയമായ വസ്തു. കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. ഈ സംവാദം, യാജ്ഞവൽക്യ മൈത്രേയി സംവാദം തന്നെ ദശമസ്കന്ധത്തിൽ വരും. എന്താ ഈ കൃഷ്ണന്റെ അടുത്തൊരു പ്രിയം? അവൻ ആത്മാവാണ്. അതൊരു മിസ്റ്ററി ഇല്ലേ? വെളിയിൽ വരുന്ന ഒരു വസ്തുവിനെ എങ്ങനെ ആത്മാന്ന് പറയും? അപ്പോ ആത്മപ്രീതിയാണ് പുറമേ വസ്തുക്കളിലൊക്കെ പ്രതിഫലിച്ച് കാണണത്. പ്രീതി ആത്മാവിലിരിക്കണു. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയാണ്, ഹേ മൈത്രേയി, ഭർത്താവിനോട്, കുട്ടികളോട്, ധനത്തിനോട്, അവനവന്റെ വംശത്തിനോട്, ജാതിയോട്, സമ്പ്രദായത്തിനോട് ഒക്കെ ഉള്ള പ്രിയം ആത്മാവിനോടുള്ള പ്രിയമാണ് കുട്ടി. പ്രീതിയുടെ ഇരിപ്പിടം ആത്മാവാണ്. പ്രിയം അവനവനിൽ തന്നെ ഇരിക്കുന്നു. വെളിയിലൊരു വസ്തുവിലല്ല ഈ പ്രിയം ഇരിക്കണത്. പ്രിയം ആത്മാവിലാണ് ഇരിക്കണത് എന്ന് അറിയുമ്പോ ആ പ്രിയം വിട്ടുപോവാതിരിക്കും. അതാണ് ഗോപികകൾ പറഞ്ഞത്, പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ ഒക്കെ പോകും. അവര് കൃഷ്ണന്റെ അടുത്ത് വെച്ചില്ലേ പുറത്ത്, ആത്മാവിലെന്ന് പറഞ്ഞിട്ട് പുറമേ ഒരു കൃഷ്ണനിൽ വെച്ചില്ലേ? അവർക്ക് ആ ഒരു അറിവുകേടില്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു അറിവുകേട് അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവര് കൃഷ്ണൻ മഥുരയ്ക്കും ദ്വാരകയ്ക്കും ഒക്കെ പുറപ്പെട്ടു പോയപ്പോ കൂടെ പോകേണ്ടതായിരുന്നു. ആരും പോയില്ലല്ലോ. അവർക്കറിയാം ഈ പുറത്തു വന്ന് കളിച്ച കൃഷ്ണൻ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. ഉള്ളിലുള്ള സ്വരൂപം കാണിച്ചു തരാൻ പുറത്തൊരു രൂപം വന്നു, അത്രയേ ഉള്ളൂ. ആ പുറത്തുള്ളത് മാത്രമാണ് കൃഷ്ണൻ എന്ന് അവർ ധരിച്ചുവെങ്കിൽ പുറകെ നടക്കേണ്ടതാ. നടന്നില്ല അവര്. അവർക്ക് ദുഃഖം ഉണ്ടായിരുന്നു, കൃഷ്ണനെ പിരിഞ്ഞ് ദുഃഖം ഉണ്ടായിരുന്നു.
എങ്കിലും പോയില്ല. എന്താ വെച്ചാൽ അത് നാച്ചുറൽ, അത് വരും പോവും. പക്ഷേ അവർക്ക് കിട്ടിയത് നിത്യവസ്തുവാണ്. അപ്പൊ നിത്യപ്രിയം ആത്മാവിലാണ് പ്രീതി, പ്രിയം ഇരിക്കണത്. പ്രിയത്തിന്റെ ഇരിപ്പിടം ആത്മാവാണ്. പ്രിയം ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെയില്ല. അതുകൊണ്ടാണ് പറയണ ഭക്തി എന്ന് വെച്ചാൽ ആചാര്യസ്വാമി വിവേക ചൂടാമണിയിൽ ഒരു വ്യാഖ്യാനം കൊടുത്തു, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി. ആത്മാനുഭവമാണ് ഭക്തി എന്നാണ്, ആത്മാനുസന്ധാനമാണ് ഭക്തി എന്ന് പറഞ്ഞു. ആളുകൾക്കൊക്കെ അതൊരു വിരോധമൊക്കെ ഉണ്ടായി പലർക്കും. പക്ഷെ അതാണ് ഭക്തി, അതാണ് ഭക്തി. പുറമേ ഒരു രൂപത്തിൽ ഭക്തി വെക്കുന്നു. ഭക്തിയാ സഞ്ജാതയാ ഭക്തിയാ, ഭാഗവതത്തിൽ വരണു. ആ ഭക്തി കൊണ്ടൊരു ഭക്തി ഉണ്ടാവണം. ആ ഭക്തി സ്വരൂപാനുഭവ സുഖത്തിനെ, സ്വരൂപാനുഭവത്തിനെ കൊടുക്കണം. അപ്പൊ ആ പ്രിയം വിട്ടുപോവാതെ നിൽക്കണം. അവന് ഇവിടെ അവിടെ അവിടെ ഒന്നും പ്രിയമല്ല, അവനെ പ്രിയമായിട്ട് തീർന്നിരിക്കുകയാണ്. പ്രിയം അവന്റെ സ്വരൂപമായിട്ട് തീർന്നിരിക്കുകയാണ്, പ്രിയമേ അവനായിട്ട് തീർന്നിരിക്കുകയാണ്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് പ്രത്യേകിച്ച് ആരെടുത്തും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അവരുടെ അടുത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ? പ്രിയം അവരുടെ സ്വരൂപമാണ്. ജ്ഞാനികളുടെ എങ്ങനെയാണ്? അവര് ഒരിടത്തും ഒട്ടില്ല, പ്രിയം അവരുടെ സ്വരൂപമാണ്. പ്രിയത്തിനെ നിത്യവസ്തുവായിട്ട് അറിഞ്ഞിരിക്കുന്നു. വെളിയിലൊരു പ്രിയം, ഒരു വസ്തു, ഒരു വ്യക്തി, ഒരു എന്തു തന്നെ ആവട്ടെ, പ്രിയം വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം വിട്ടുപോകും. രമണ മഹർഷിയുടെ പാർഷദന്മാരിൽ അണ്ണാമലൈ സ്വാമികൾ എന്ന് പറഞ്ഞൊരു പാർഷദനുണ്ടായിരുന്നു. രമണാശ്രമത്തിന് ബാക്കിൽ പലാക്കൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കും. ആദ്യമൊക്കെ രമണാശ്രമത്തിൽ ഇന്ന് പോയാൽ ഡൈനിങ് ഹാളൊക്കെ, ആ വലിയ കെട്ടിടമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാ. അണ്ണാമലൈ സ്വാമിയാണ് അതിനൊക്കെ കെട്ടുപണിക്കൊക്കെ മേൽനോട്ടം വഹിച്ചത്. അദ്ദേഹത്തിന് ആദ്യമൊന്നും ഭഗവാൻ ധ്യാനിക്കാനോ ഒന്നിനും സമയമേ കൊടുത്തില്ല. വന്ന സമയത്ത് ഒരു 16 വർഷത്തോളം അദ്ദേഹത്തിനെ കണ്ട കെട്ടിടം പണിയെക്കുറിച്ച് തന്നെ സംസാരിക്കും. അദ്ദേഹത്തിന് വലിയ സങ്കടമായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഒന്നിൽ ഭഗവാൻ മൗനമായിട്ട് ഗംഭീരമായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്തെങ്കിലും ബ്രഹ്മവിദ്യാപരമായിട്ട് എന്തെങ്കിലും പറയും. ഞാൻ വന്ന അപ്പൊ തുടങ്ങി കെട്ടിടം പണി എന്തായി, ഇതെന്തായി, അതെന്തായി, എന്തോ ചോദിക്കും. അപ്പോ ഒരു ദിവസം ചോദിച്ചു, ഭഗവാനെ എന്നാ ഭഗവാനെ, എന്താ കെട്ടിടത്തെ പറ്റി എന്നാ പண்றதுப்பா, உன்னை பார்த்தாலே கட்டிடம் நடந்து வர மாதிரி. അദ്ദേഹത്തിന്റെ വാസനയാണത്, സംസ്കാരമാണ്. അതുകൊണ്ട് ആ കെട്ടിടം പണി കഴിയുന്നവരെ അതൊക്കെ ഉള്ളൂ മൂപ്പർക്ക് പാവം. ഒരു പുസ്തകം തന്നെ ഉണ്ട്, ലിവിങ് ബൈ ദ വേർഡ്സ് ഓഫ് മാസ്റ്റർ. അതിൽ കാണാം. അദ്ദേഹത്തിന് ഒരു സ്റ്റേജിന് ശേഷം പറഞ്ഞു പലാക്കൂത്തിൽ പോയി താമസിക്കാൻ. ഋഷികേശിലെ സ്വർഗാശ്രമം പോലെയാണ് തിരുവണ്ണാമലയിൽ പലാക്കൂത്ത് ഒരു കാലത്ത്. അപ്പൊ അവിടെ ഒന്നുമില്ല. ഇന്ന് ധാരാളം തപസ്വികള് ചെറിയ ചെറിയ കുടീരങ്ങളിട്ട് ഒരു വലിയ കുളം ഉണ്ട്, ആ കുളത്തിന് ചുറ്റുമായിട്ട് താമസിക്കായിരുന്നു. അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ കാണാൻ വരുമായിരുന്നു. പിന്നെ മഹർഷി ഒരു ദിവസം പറഞ്ഞു, ഇനി എന്നെ കാണാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് വരുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞു. അവിടെ തന്നെ താമസിച്ചു. നടക്കാൻ പോകുമ്പോ അതേ ആ വഴിക്ക് അങ്ങനെ പോകുമ്പോ കാണും. പിന്നെ ആ വഴിക്ക് നടക്കാൻ പോണത് നിർത്തി. അപ്പൊ വല്ലാത്ത വിഷമം, വേദനയായി. ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എവിടെയോ വഴിയിൽ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ ഞാൻ എന്ത് പാപം ചെയ്തു, ദർശനം പോലും കിട്ടണില്ലല്ലോ, കാണാൻ പോലും സാധിക്കണില്ലല്ലോ, നീ നാസ്തികനോ, നാസ്തികനാണോ എന്ന് ചോദിച്ചു. അണ്ണാമലൈസ്വാമി എനിക്ക് ഇടുത്തി വീണ പോലെ ആയി. ആത്മാവിലേന്ത് അന്യമാ ഒരു പൊരുളെ പാർക്കണമെന്ന് വിരുമ്പുറവൻ നാസ്തികൻ. പുറമേ ഒരു വസ്തു അതായത് ഈ ഡെഫിനിഷൻ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാൻ പാടില്ല.
ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് അമ്പലത്തിൽ പോകണം, മഹാത്മാക്കളെ കാണണം, സത്സംഗം എല്ലാം വേണം. ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് അവസാനമാണ് അത് കൊടുക്കണത്, ഓർത്തോളണം. ഇതാദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് ആത്മാവും അറിയില്ല, ഒന്നും അറിയില്ല, അല്ലേ? അപ്പോ ആ സ്ഥിതിയിൽ ആ അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് ഇനിയും പുറമേക്കൊരു ചാപല്യം ഉണ്ടാവും. പുറത്ത് അതുണ്ടോ ഇതുണ്ടോ, അവിടെ പോണോ ഇവിടെ പോണോ, എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടോ, ആ ഭ്രമം ഉണ്ടല്ലോ. ആ ഭ്രമം നീക്കാൻ പുറമേ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെന്ന് ആരാഗ്രഹിക്കണോ അവനാണ് നാസ്തികൻ. ഇതാന്ന് വെച്ചാൽ ഉള്ള അസ്തിത്വമായ എപ്പോഴും ഉള്ള വസ്തുവിനെ നിഷേധിച്ചുകൊണ്ടാണല്ലോ പുറത്തു പോണത്. ശരിക്കും ഭഗവൻ നിഷേധാണത്, പിങ്കള ചെയ്യുന്ന കാര്യമാണത്. പിങ്കള പറയണു, ഉള്ളിൽ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ നിഷേധിച്ചിട്ടാണല്ലോ ഞാൻ അവര് വരുവോ ഇവര് വരുവോ എന്ന് പറഞ്ഞ് അറിഞ്ഞു നടന്നത്. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖ ഭയ ആധി ശോക മോഹപ്രദം തുച്ഛമഹം ഭജയജ്ഞ. സമീപേ സന്തം, ഏറ്റവും അടുത്തിരിക്കുന്നവനും അന്തര്യാമിയായി നിത്യസിദ്ധവുമായ ഭഗവത് സ്വരൂപത്തിനെ വിട്ടിട്ട് എല്ലാ നിത്യപ്രിയം, എപ്പോഴും പ്രിയം തരണവൻ. ഭാഗവതത്തിൽ ആ ഉപാഖ്യാനം, മഹാഭാരതത്തിൽ തന്നെ ഭീഷ്മർ പറയണതാണ് ഈ ഉപാഖ്യാനം. അതാണ് സുഖബ്രഹ്മ മഹർഷി റിപ്പീറ്റ് ചെയ്യണത്. അവൾ പറയണത് ഞാനും മഹാലക്ഷ്മി ഒന്നെന്നാണ്. ഇങ്ങനെ പറയാവോ എന്ന് അവൾ പറയണത്, രമേ അനേന യഥാ രമ. രമ എങ്ങനെ വിഷ്ണുവിനെ വിട്ട് പിരിയാതിരിക്കണോ അതുപോലെ ഞാനും അന്തര്യാമിയായി നാരായണനെ വിട്ട് പിരിയില്ല. അതാണ് ജ്ഞാനം. അപ്പൊ നിത്യപ്രിയേ പതിസുതാതിപിരാത്യദേഹിക്കും. നിത്യപ്രിയം ആത്മാവിന്റെ സ്വരൂപമാണ്. പ്രിയം ആത്മാവിലാണ് ഇരിക്കുന്നത്. അരേ മൈത്രേയി ആത്മാവ അരേ പ്രേഷ്ഠതമഃ. ഡോ മൈത്രേയി, ആത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠതമമായ വസ്തു, പ്രിയതമമായ വസ്തു. പ്രിയം അതിന്റെ സ്വരൂപമാണ്. പ്രിയം അതിന്റെ സ്വരൂപമാണ്. പ്രിയം അതിന്റെ സ്വഭാവമോ ഗുണമോ അല്ല, സ്വരൂപമാണ്. അതിന്റെ സ്വഭാവം ഗുണമൊക്കെ ആണെങ്കിൽ കുറച്ചു നേരം വിട്ടു നിൽക്കും. സ്വരൂപം വിട്ടു നിൽക്കുകയല്ലേ. അഗ്നിക്ക് ചൂട് പോലെ, വെള്ളത്തിന് നനവ് പോലെ, കാറ്റിന് ഉണക്കുന്ന ശക്തി പോലെ, ഭൂമിക്ക് മണം പോലെ, ആത്മാവിന്റെ സ്വരൂപമാണ് പ്രിയം. അതുകൊണ്ട് പ്രിയം എല്ലാവർക്കും അവനവനിൽ തന്നെ ഉണ്ടാവുന്നു. എല്ലാവർക്കും അവരവരിൽ തന്നെ അധികം പ്രീതി ഉളവാകുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മരിച്ചുപോയാൽ പോലും കുറച്ചു ദിവസം കരയും. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ആദ്യം കരഞ്ഞ പോലെ കരയാനൊന്ന് പറഞ്ഞു നോക്കൂ, അപ്പോഴും സാധിക്കില്ല. പോയി പിന്നെ തന്നിൽ തന്നെ ഇരിക്കും. നമുക്ക് നിത്യ ഇരിപ്പിടം അങ്ങനെയാണ്. രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു കഥയുണ്ടേ. ഒരു കാക്ക കപ്പലിലിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ കപ്പൽ പുറപ്പെട്ടു പോയി, കടലിനടുക്ക് പോയി. കുറച്ചു ദൂരം കിഴക്കോട്ട് പറന്നു, ചിറക് കുഴഞ്ഞപ്പോ തിരിച്ചു വന്ന് കപ്പലിലിരുന്നു. കുറച്ചു ദൂരം വടക്കോട്ട് പറന്നു, ചിറക് കുഴഞ്ഞപ്പോ തിരിച്ചു വന്നിരുന്നു. കുറച്ചുകൂടെ പടിഞ്ഞാറ് പറന്നു, കുഴഞ്ഞപ്പോ വന്നിരുന്നു. തെക്കോട്ട് പറന്നു, അവസാനം തിരിച്ച് കപ്പൽ. അവസാനം തീരുമാനിച്ചു ഇനി കപ്പലിൽ തന്നെ ഇരിക്കാമെന്ന്. ഇതുപോലെ ഉള്ളിലൊരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ആ വസ്തുവിൽ ഇഷ്ടപ്പെട്ടു, ഈ വസ്തുവിൽ മനസ്സ് വെച്ചു, അവിടെ മനസ്സ് വെച്ചു, ഇവിടെ മനസ്സ് വെച്ചു, അവസാനം ക്ഷീണിച്ച് ഇവിടെ തന്നെ വന്നിരുന്നു സ്വസ്ഥമായി. സ്വസ്ഥശേതേ മൃത്യുരസ്മാദപൈതി. സ്വസ്ഥശേതേ, തന്നില് സ്വസ്ഥമായിട്ടിരുന്നു, ഇനി എവിടെയും ഇല്ല. ഈ ആത്മാവിനെ വിട്ട് ആത്മനാ രമണേന വൈ എന്ന് പിങ്കള പറഞ്ഞു. ഈ ആത്മാവാകുന്ന ഈ രമണനെ വിട്ട് പുറമേക്കുള്ള ഇനി രമണനൊന്നുമില്ല. ആത്മാ തന്നെ രമണൻ. രമണ ഭഗവാൻ തന്നെ പറഞ്ഞു. മലയാളിയാണ് അദ്ദേഹം. അമൃതനാഥ യതീന്ദ്രൻ എന്ന് പറയുന്ന ഒരു യോഗി മലയാളത്തിലൊരു ശ്ലോകം എഴുതി കൊടുത്തു. അവിടുന്ന് ആരാണ്? ശിവനാണോ, സുബ്രഹ്മണ്യനാണോ, യതിവരനാണോ എന്ന് മലയാളത്തിലൊരു ശ്ലോകം എഴുതി കൊടുത്തു. ഹരിയോ ശിവഗുരുവോ യതിവരനോ അറിവാനൊരു കുതുകം മമ ഹൃദയേ ഗുരുമഹിമ.
ഭഗവാൻ ഇല്ലാത്ത സമയത്ത് എഴുതി വെച്ചതാണ്. ഭഗവാൻ തിരിച്ചു വന്നപ്പോ അത് നോക്കി വായിച്ച് ചിരിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ എഴുതി, സകല ദേവതകളും സകല മനുഷ്യர்களுം പക്ഷി മൃഗാദികൾ എന്തൊക്കെ പ്രാണികളുണ്ടോ എല്ലാറ്റിന്റെ ഹൃദയത്തിലും ആത്മസ്വരൂപമായി പ്രകാശിക്കുന്ന ചൈതന്യമാണ് രമണൻ. ഹരിയാദീതര ജീവര ദഹവാരിജ ഗുഹയിൽ അറിവായിരമി പരമാത്മൻ അരുണാചല രമണൻ. പരിവാൽ ഉളമുരുകാനല പരനാർന്നിടും ഗുഹയാർന്ന് അറിവാം വിഴി തിരവായി നിജം അറിവായി അത് വെളിയാം. എല്ലാവരുടെ ഹൃദയത്തിലും കേവല ചൈതന്യസ്വരൂപമായി പ്രകാശിക്കുന്ന വസ്തുവാണ് രമണൻ എന്ന് എഴുതി കൊടുത്തു. എന്നുവെച്ചാൽ അപ്പൊ പുറമേക്കുള്ള വസ്തുവല്ല. അപ്പൊ ആ ഭഗവാനെ നമ്മൾ ആത്മസ്വരൂപമായി അറിഞ്ഞാൽ, ഗുരുവാവട്ടെ, ഭഗവാനാവട്ടെ, ഇഷ്ടദൈവമാവട്ടെ, എല്ലാ ആത്മാവിലടക്കം. എല്ലാത്തിനെയും ആത്മേത്യേവ ഉപാസീത എന്ന് ശ്രുതി ഒരിടത്ത് ഉപാസന വിധിക്കുന്നുണ്ട്. അമ്മ, അച്ഛൻ, ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ എല്ലാവരും ആത്മാ എന്ന് ഉപാസിക്കുന്നു. അന്നത്തിനെ ആത്മാവായി ഉപാസിക്കും, പ്രാണനെ ആത്മാവായി ഉപാസിക്കും, മനസ്സിനെ ആത്മാവായി ഉപാസിക്കും, ബുദ്ധിയെ ആത്മാവായി ഉപാസിക്കും. എല്ലാത്തിനെയും ആത്മേത്യേവ ഉപാസിത. അങ്ങനെ എല്ലാം ആത്മസ്വരൂപമായിട്ട് കണ്ടാലോ അത് അതായിട്ട് പോകും. അമ്മ അമ്മയല്ലാതായി, അച്ഛനല്ലാതായിട്ട് തീർന്നു, കുട്ടികളല്ലാതായിട്ട് തീർന്നു. പിന്നെയോ അതുകൊണ്ട് പ്രിയം പോയോ? പ്രിയം അപ്പോഴാണ് ശരിക്കും പ്രിയം വരണത്. അപ്പോഴാണ് ശരിയായ പ്രിയം വരണത്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ ഭഗവാനെ തന്നെ കാണുമ്പോൾ ഉണ്ടാവണം പ്രിയം. നമ്മളവര് വ്യക്തിയായിട്ട് കണ്ടാൽ ഉണ്ടാവുമോ? നമ്മൾ ആ കാഴ്ച അമൃത ദൃഷ്ടിയാണ്. നമ്മളുടെ കാഴ്ച കൊണ്ട് അവരുടെ ഉള്ളിലും പ്രയോജനം ഉണ്ടാവും. അവർക്കും എന്തോ ഒരു ആനന്ദം ഉണ്ടാവും ആ ദൃഷ്ടി കൊണ്ട്. അവർക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആനന്ദം ഉണ്ടാവും, നമുക്കും ആനന്ദം ഉണ്ടാവും. അപ്പോ ആത്മാവായിട്ട് കാണുമ്പോ പ്രിയം വിട്ടുപോവുകയില്ല. വ്യക്തികളായിട്ട് കാണുമ്പോ പ്രിയം വിട്ടുപോകും. ഇത് ലോകത്തില് ഏറ്റവും വിഷമം പിടിച്ച കാര്യമാണ് റിലേഷൻഷിപ്പ്. അത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ചാ വിഷയമാവുകയാണ്. കാരണം ആളുകൾ കാണുന്നു, ഇഷ്ടപ്പെട്ടൊക്കെ കല്യാണം കഴിക്കണു, കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും വിഷമിച്ചു, ശണ്ടയായി, ബഹളായി, മനസ്താപമായി, പിരിഞ്ഞുപോക്കായി. എല്ലായിടത്തും കാണുന്ന കഥ. ഇതിനിപ്പോ ഒരു മരുന്ന് കാണാനില്ല. ഇത് എന്തേ ഇങ്ങനെ സംഭവിക്കണത്? രണ്ടുപേരും പ്രിയമായിട്ടിരിക്കാൻ എന്താണ് എന്തൊക്കെയോ ചെയ്തു നോക്കണുണ്ട്. പരസ്പരം ഐ ലവ് യു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കണു. നമുക്കൊരു ടെക്നിക്ക് നോക്കുകയാണ്, ഒന്നും ഫലിക്കണില്ല. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുത്തു നോക്കണു, ഒന്നും നടക്കണില്ല. അങ്ങനെയൊന്നും ഈ പ്രിയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തേ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഋഷികൾ നല്ലവണ്ണം കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അവര് പറഞ്ഞു, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ അല്ല. പ്രകൃതിയിൽ എവിടെയാ ഉള്ളതൊന്നും നോക്കൂ. മൃഗങ്ങളുടെ ഇടയിലുണ്ടോ, പക്ഷികളുടെ ഇടയിലുണ്ടോ? എവിടെയില്ല. എന്നാൽ റിലേറ്റഡ് ആവാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. മൃഗങ്ങൾ റിലേറ്റഡ് ആവുമ്പോൾ യുദ്ധം ചെയ്യും. പാമ്പും കൂടെ നിങ്ങൾ കാണാം കിടന്ന് പെടഞ്ഞ്. അത് ഇണചേരുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇണചേരലൊന്നുമല്ല, ഈ ചേര തമ്മിൽ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും അതിന്റെ ഒരു ഇണ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ചിലപ്പോ 3 ചേരയുണ്ടാവും. വലിയ പാമ്പ്, 3ഉം ആൺപാമ്പായിരിക്കും. ആളുകൾ വിചാരിക്കുന്നത് ഇണചേരുകയാണെന്നാണ്. ശ്രദ്ധിച്ചാൽ കാണാം. അതിന്റെ ഇണയ്ക്ക് വേണ്ടിയുള്ള തല്ലുകൂട്. ഇതാണ് പ്രകൃതി. കാട്ടിലും മൃഗങ്ങളിലൊക്കെ ഇതുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ്. ഒന്നില് ഒരു വശത്തെ അറ്റാച്ച്മെന്റ്, വേറെ ഒരു വശത്ത് ദ്വേഷം. അപ്പൊ മനുഷ്യനില് അത് വരുമ്പോ സംസ്കാരം കൊണ്ട് സംസ്കരിക്കപ്പെടുകയാണ്. അപ്പോ ഋഷികൾക്ക് ഇതറിയാം. അവര് പറഞ്ഞു, ഇവിടെ റിലേറ്റഡ് ആയിട്ട് നിങ്ങള് രണ്ട് വ്യക്തിയാണ്. ഇത് രണ്ടും അങ്ങനെ പ്രിയമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. പ്രിയം ആത്മാവിലേ നിൽക്കുള്ളൂ. വെളിയിലുള്ള വസ്തുവിൽ കുറച്ചു നേരം നിന്നിട്ട് പോണ വസ്തുവാണ് നിങ്ങൾ പറയുന്ന ഈ ഇഷ്ടമൊക്കെ അല്ലേ. എല്ലാ സിനിമയും നോക്കൂ, എത്ര കാലം ഇതിനൊരാണ് ഒരു പെണ്ണ്.
ഞാൻ എപ്പോഴും ചോദിക്കാണ്ട്, ഒരു മുത്തശ്ശൻ മുത്തശ്ശി റിട്ടയർ ആയ ശേഷമുള്ള ഒരു കഥ ഒരു സിനിമ എടുത്തുടയോ? അതാരും നോക്കില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ ഫ്രീ ഉണ്ടാവാൻ പറ്റില്ലേ? രമണാശ്രമത്തില് ഭഗവാന്റെ പരമ്പരയിൽ വന്നു ഗണേശനാണ് ഞാൻ എറണാകുളത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, കഴിഞ്ഞ 1 വർഷം 2 വർഷം മുമ്പ് കാർത്തികയ്ക്ക് ഭയങ്കര തിരക്ക്. അപ്പൊ തിരക്കിലെ ആശ്രമത്തിൽ വന്നു. അദ്ദേഹത്തിനും വയസ്സായി കഴിഞ്ഞു പാവം. അപ്പൊ ആശ്രമത്തിൽ വന്ന് കാർത്തികയ്ക്ക് ദീപം കൊളുത്തലൊക്കെ കഴിഞ്ഞു. അവിടുന്ന് രാത്രി ഈ തിരക്കിൽ ഞാൻ ചോദിച്ചു, ഇപ്പൊ തന്നെ പോകണമെന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും പോവാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു 3 കിലോമീറ്റർ പോകണം, 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ പോകണം അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക്. ആ തിരക്കിന്റെ ഇടയിൽ കയറി അദ്ദേഹം ഇങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, വല്ലാത്ത വിഷമായിരുന്നു, ഭയങ്കര തിരക്ക്, മലവെള്ളം പോലെ തിരക്ക്. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ ക്ഷീണിച്ച് ഭഗവാൻ ഇതിന്റെ ഇടയിൽ പെട്ടുമല്ലോ എന്ന് വിചാരിച്ചപ്പോ നല്ല അമൃതം പോലെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഞാൻ റിഫ്രഷ്ഡ് ആയിരുന്നു. എന്താന്ന് വെച്ചാ ഒരു വയസ്സായ ഒരു മുത്തശ്ശനും മുത്തശ്ശി, ഒരു പാട്ടി തൊണ്ടുകഴം അടക്കകർക്ക് அவ்வளோ வயசாச்சு. தாத்தா தாத்தாவை பிடிச்சுட்டு இருக்கா, தாத்தா பாட்டியை பிடிச்சுட்டு இருக்கான். 80 வயசு 85 வயசு இருக்கும். பக்கத்துல நடந்துட்டே போயிட்டு இருக்கா. அடுத்து கூட நடந்து போவான். அப்ப இந்த தாத்தா பாட்டி கிட்ட கேக்குறான், ரொம்ப கிளப்பா இருக்கோ, ஜூஸ் வாங்கி கொடுக்கட்டுமா? ജ്യൂസ് വാങ്ങി കൊടുക്കട്ടെ, ജ്യൂസ് വാങ്ങി തരട്ടെ, വളരെ ക്ഷീണം ഉണ്ടാവുന്നു പറഞ്ഞു. ആ വൃദ്ധനും വൃദ്ധയ്ക്കുള്ള സ്നേഹം കണ്ടപ്പോ ഞാൻ വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും ഇവരുടെ ഈ പ്രിയം കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. പ്രിയം അവിടെ ഉണ്ട്. ഉത്തമ പ്രിയമാണെങ്കിൽ അതൊരു ഈ ചെറുപ്പക്കാരുടെ പ്രിയമൊന്നുമല്ല. ചെറുപ്പ വയസ്സിലുള്ള ഒരു യൗവാവനും യുവതിക്കും മാത്രമേ പ്രിയം ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ നമ്മളുടെ പ്രിയം, പഴയകാലത്ത് വിവാഹമൊക്കെ ഈ ബാല്യവിവാഹമാണല്ലോ, അതൊക്കെ ഈ റീഫോമിസ്റ്റ് വന്നിട്ട് അതൊക്കെ ബാല്യവിവാഹം എന്നൊക്കെ നിഷേധിച്ചു. ബാല്യവിവാഹം നടന്നതിന്റെ രഹസ്യങ്ങളൊന്നും നമുക്കിപ്പോ അറിയില്ല. ബാല്യവിവാഹം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയിൽ അവർ തമ്മില് പരിണയം കഴിഞ്ഞാലും അവര് ഭാര്യാഭർത്താക്കന്മാരായിട്ടൊന്നും ഇരിക്കില്ല. എപ്പോഴാണ് താനാണ് അത് പെണ്ണെന്നൊക്കെ അറിയണതിന് മുമ്പ് തന്നെ ഇവര് വളരെ ഡീപ്ലി റിലേറ്റഡ് ആവും. കൊച്ചുകുട്ടികളാണ്, പുരുഷനാണ് സ്ത്രീയാണെന്ന് അറിയണതിന് മുമ്പ് തന്നെ നല്ല ഡീപ്പ് റൂട്ടഡ് ഫ്രണ്ട്ഷിപ്പാണ്. ആ സ്നേഹത്തിന് ഒരു പ്രകൃതിയുടെ വികാരമൊന്നും കാരണമല്ല. ഞാൻ പുരുഷനാണ് അത് സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. കുട്ടികൾ തമ്മിൽ കളിക്കണില്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കളിക്കണില്ലേ, അവർക്ക് തമ്മിൽ അറിയോ അതുപോലതും? കൊച്ചുകുട്ടികൾ കളിക്കണില്ലേ, അതുപോലെ ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പോണത്. അപ്പോ ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയണത് ഇടയ്ക്ക് കയറി വരണതാണ്. അത് വരും പോകും, പക്ഷെ ആ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അത് അതേപടി നിൽക്കും. അപ്പൊ റിലേഷൻഷിപ്പിന് ഋഷികളെ പോലെ ആരും അനലൈസ് ചെയ്തവരില്ല. അവരറിഞ്ഞു റിലേഷൻ, സ്നേഹം എന്ന് വെച്ചാൽ ഇമോഷൻ അല്ല, ധർമ്മമാണ്. എനിക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, ഇപ്പൊ നമ്മൾ സാധാരണ ഒരാൾ ഇഷ്ടപ്പെട്ട എന്ത് പണി ചെയ്തു കൊടുക്കും. ഋഷികൾ പറയണത് അത് ധർമ്മമല്ല എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ചെയ്തു കൊടുത്തു. അതിനിപ്പോ വലിയൊരു ശാസ്ത്രമോ ഇന്റലിജൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ശത്രുവായ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്തോ ഒരു ആവശ്യത്തിന് നിൽക്കണു, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ശത്രുവാണെന്നുള്ള വിചാരമൊന്നും ഇല്ലാതെ നിന്റെ കയ്യിലുണ്ട്, അത് അയാൾക്കുള്ളതാണ് എന്ന് പറയുന്നത് ധർമ്മബുദ്ധിയോടുകൂടെ കൊടുക്കുമെങ്കിൽ അതിന് സ്നേഹം എന്ന് പേര്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നൊക്കെ പാടി കവി. പക്ഷെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ധർമ്മമാണ് സ്നേഹം. ആ ധർമ്മം സ്നേഹമാണെങ്കിൽ അത് വിട്ടുപോകില്ല. ധർമ്മമാണ് നിയന്ത്രിക്കേണ്ട വസ്തു. അതുണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. ഒരാളിപ്പോ ധർമ്മം കൊണ്ടാണ് നമുക്ക് വല്ലതും ചെയ്തു തരണമെങ്കിൽ ധർമ്മനിഷ്ഠനെ നമുക്ക് വിശ്വസിക്കാം. ഈ സ്നേഹനിഷ്ഠനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ ഇന്ന് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ തരും, നാളെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കടിക്കാൻ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ഇമോഷണൽ ആയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യണ ആളുകള്
അവരുടെ ആ ഇമോഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കിക്കൊണ്ട് പോകും. പിന്നെ അടുത്ത് പോകാൻ പറ്റില്ല. അവരെങ്ങനെ എങ്ങനെ പെരുമാറും എന്ന് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ആ സ്നേഹം കാണിച്ച സ്ഥലത്ത് തന്നെ വേറൊരു വികാരം വരും. അപ്പൊ ധർമ്മം നിയന്ത്രണം ചെയ്യണമെന്നാണ്. അത് സാധാരണ റിലേഷൻഷിപ്പിൽ അപ്പോ സ്നേഹമല്ല വേണ്ടത്, ധർമ്മമാണ്. ധർമ്മമാണ് സ്നേഹം. അല്ല നിങ്ങൾ സ്നേഹം എന്ന് വിളിക്കുന്നത് സ്നേഹമേ അല്ല എന്നുള്ളതാണ് സ്മൃതികാരന്മാരുടെ നിരൂപണം. എത്ര വലിയ ദർശന നോക്കൂ, എത്ര വലിയ ദർശന. ധർമ്മത്തിനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ എല്ലാവർക്കും വിശ്വസിക്കാം. നമുക്കും ദോഷം ഉണ്ടാവില്ല. നമുക്ക് ആരുടെടുത്തും ഇഷ്ടമൊന്നും അയാളെ കൊണ്ട് കൊടുത്തു അതൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതേ ചെയ്യുള്ളൂ, കൊടുക്കേണ്ടതേ കൊടുക്കുള്ളൂ. ഇഷ്ടം കൊണ്ടൊന്നും ചെയ്യില്ല. ചെയ്യേണ്ടത് കർത്തവ്യം ഇത്യേവ കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഗം തെക്വാ ഫലം ചെയ്വ. സാത്വികമായ ത്യാഗത്തിന് അർത്ഥം പറയാണ് ഭഗവാൻ. ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് ചെയ്യണം. അതിൽ സംഘമില്ല, ഫലേച്ഛയില്ല, ഒന്നുമില്ല. അതെ, അപ്പൊ പ്രീതിക്ക് ആത്മാവ് തന്നെയാണ് ഇരിപ്പിടം. ഈ ആത്മജ്ഞാനം ഉണ്ടായ ആളുടെ പ്രിയമുണ്ടല്ലോ, അവിടെ ധർമ്മവും വേണ്ട. അപ്പോ ഇനിയിപ്പോ അയാളുടെ അടുത്ത് രാഗം ദ്വേഷമൊന്നും ഇല്ലാത്തത് കൊണ്ട്, അയാൾ സകലതിനെയും ആത്മസ്വരൂപമായിട്ട് കാണുന്നത് കൊണ്ട്, ധർമ്മത്തിനെയും അധർമ്മത്തിനെയും അയാൾ കടന്നുപോയത് കൊണ്ട് ഇനി അയാളിൽ നിന്ന് ഒരു ദോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് അയാൾക്ക് ഇനി ധർമ്മം നോക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ സ്വച്ഛന്ത വൃത്തിയാണ്. അയാളുടെ അടുത്ത് ഇനി അധർമ്മമൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് ആരും വിരോധിയില്ല. എല്ലാവരും ആത്മസ്വരൂപമാണ്. അപ്പൊ പ്രിയം ആത്മാവിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും അവരവരിൽ തന്നെ അധികം പ്രീതി ഉളവാകുന്നു. ഈ പ്രിയമുണ്ടാവാൻ കാരണമോ സുഖം തന്നെയാണ്. പ്രീതിക്ക് സുഖം തന്നെയാകുന്നു മൂലം. നോക്കൂ, ഭഗവാൻ ഇനി പതുക്കെ പതുക്കെ നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. പ്രീതിക്ക് സുഖം തന്നെയാകുന്നു മൂലം. ഒരു പ്രിയമുണ്ടാവാൻ കാരണം എന്താ? സുഖം ഉണ്ടാവുന്നത് കൊണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറഞ്ഞത്, ദിവസം തോറും സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആ സ്വാഭാവികമായ സുഖം. അവിടെ ഞാൻ കട്ട് ചെയ്തതാണ്. സുഖത്തെ എന്നാണ് വാക്ക്, കണ്ടിന്യൂവേഷൻ ആണ്. ദിവസം തോറും സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സ്വാഭാവികമായ സുഖം. സുഖം സുഷുപ്തിയിൽ ദിവസം അനുഭവിക്കപ്പെടുന്നു. സുഖമായി ഉറങ്ങിയെന്ന് പറയണു. ഒരിക്കലും ദുഃഖത്തിന്റെ ബാധ അവിടെ സാധ്യമേ അല്ല. നോക്കൂ, നമുക്ക് തന്നെ അങ്ങനെ ഒരു സുഖത്തിന്റെ അനുഭവം ഉണ്ട്. അതിന്റെ ടേസ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മള് ദുഃഖത്തിന്റെ ബാധ കൂടാത്ത സുഖത്തിന് അന്വേഷിക്കുന്നത്. ദുഃഖത്തിന് ജാഗ്രതത്തിൽ എൻട്രി ഉണ്ട്, സ്വപ്നത്തിൽ എൻട്രി ഉണ്ട്, സുഷുപ്തിയിൽ എൻട്രിയേ ഇല്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഖദുഃഖങ്ങളുണ്ട്, സുഷുപ്തിയിൽ സുഖദുഃഖങ്ങളില്ല, സുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ സുഖം സൂക്ഷ്മതമമായ വസ്തുവാണ്. ദുഃഖം സ്ഥൂലമായ വസ്തുവാണ്. വേക്കിംഗ് സ്റ്റേറ്റിലും ഡ്രീം സ്റ്റേറ്റിലും മാത്രമേ ഉള്ളൂ. ഡീപ് സ്ലീപ്പില് ദുഃഖത്തിന് എൻട്രി ഇല്ല. ഒരിക്കലും ഒരാൾക്ക് സാധ്യമല്ല. ഇത്തിരി ദുഃഖം ഉണ്ടായിരുന്നു ഇന്നലെ ഉറക്കത്തിലെന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ദുഃഖം ഉണ്ടാവും, സ്വപ്നത്തിൽ വേണമെങ്കിൽ ദുഃഖം ഉണ്ടാവും. സുഷുപ്തിയിൽ ദുഃഖം സാധ്യമേ അല്ല. ഏത് വലിയ ദുഃഖവും ഉറങ്ങിക്കഴിഞ്ഞാൽ അസ്തമിച്ചു. സുഖമായിരുന്നു. ആ സുഖം എവിടെ നിന്ന് വന്നു? ആത്മാവിന്റെ സ്വരൂപമാണ്. പ്രാജ്ഞൻ എന്ന് തന്നെ ശ്രുതി ആ സുഷുപ്തിയിലുള്ള വസ്തുവിനെ പറയണു. സുഖം, ആ സ്വാഭാവികമായ സുഖത്തെ, സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആ സുഖം നമുക്കൊരു ഡെമോൺസ്ട്രേഷനാണ്. ശരീരമില്ലാതെ, മനസ്സില്ലാതെ, ബുദ്ധിയില്ലാതെ, അഹങ്കാരമില്ലാതെ സുഖമായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ആ സ്വാഭാവികമായ സുഖത്തെ പ്രാപിക്കുവാൻ എന്നുവെച്ചാൽ അവിടെ അത് പ്രാപിക്കണ്ടല്ലോ, നിത്യസിദ്ധമാണ് അല്ലേ. സുഷുപ്തിയിൽ നമ്മൾ പ്രാപിച്ചൊന്നുമില്ല, എല്ലാത്തിനെയും ഉപേക്ഷിച്ചു. ശരീരം വിട്ടു, മനസ്സ് വിട്ടു, എല്ലാം മറന്നു കഴിഞ്ഞ് അവസാനം ഞാൻ എന്നെയും അങ്ങോട്ട് മറന്നു കഴിഞ്ഞപ്പോ അതിലിരുന്നു.
എഴുന്നേറ്റിട്ട് പറഞ്ഞു സുഖമായിട്ടിരുന്നു എന്ന് പറഞ്ഞു. ആ സുഖം ജാഗ്രതയില്, സുഷുപ്തിയിൽ നമുക്ക് ആത്മജ്ഞാനമൊന്നും വേണ്ട. എന്താന്ന് വെച്ചാൽ അവിടെ ദുഃഖമില്ല, അവിടെ ദ്വൈതമില്ല, രണ്ടാമതൊരു വസ്തുവില്ല, അവിടെ ആത്മജ്ഞാനം വേണ്ട. ദുഃഖം ജാഗ്രതയിലാണ്. അതുകൊണ്ട് ജാഗ്രതയിലാണ് നമുക്ക് മരുന്ന് വേണ്ടത്. സുഷുപ്തിയിൽ മരുന്നേ വേണ്ട. സുഷുപ്തിയിൽ ആത്മജ്ഞാനത്തിന്റെ ആവശ്യവുമില്ല. കാരണം അവിടെ സുഖമേ ഉള്ളൂ, അവിടെ ദുഃഖമില്ല, രണ്ടാമതൊരു വസ്തുവില്ല, അവിടെ ജ്ഞാനമോ ആവശ്യമില്ല. ജാഗ്രതയിൽ ദുഃഖമുണ്ട്, രണ്ടാമത് വസ്തുക്കളുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആത്മജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് ജാഗ്രതയിൽ അത് വേണ്ടിയിരിക്കണം. സുഷുപ്തി നമുക്ക് മനസ്സിലായി, ഒരു ഫിസിഷ്യൻസ് സാമ്പിൾ പോലെ. ദിവസം ഇത്തിരി ഭഗവാൻ തന്നു നമുക്കൊരു സാമ്പിൾ. A state where you are not the body, you are not the mind, you are not a personality. അത് കണ്ടു. എത്ര അവിടെ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി. ആലോചിക്കും തോറും ഗഹനമാവുന്നത്. ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ചു നേരം ഒന്ന് നോക്കണം, എന്തായിരുന്നു ആ സ്ഥിതി, എന്തായിരുന്നു ആ സ്റ്റേറ്റ്, എന്തായിരുന്നു അവിടെ. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഉറക്കല്ലേ എന്നൊന്ന് തള്ളണത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എപ്പോഴെങ്കിലും ഒരിക്കൽ അതിന്റെ അടുത്ത് നമ്മളൊന്ന് മണക്കും. എന്താന്ന് വെച്ചാൽ ആ ടേസ്റ്റ് ജാഗ്രതയിലേക്ക് വരും. അത് കുറച്ച് വരുന്നത് കൊണ്ടാണ് സുഖമായിട്ടിരുന്നു നമ്മൾ പറയണത്. എഴുന്നേക്കുമ്പോ എഴുന്നേക്കണ്ടെന്ന് തോന്നണത്, പകുതി രാത്രി എഴുന്നേറ്റ് ഇനി 4 മണിക്കൂറുണ്ടെന്ന് കാണുമ്പോൾ സന്തോഷം വരണത്. ഇതൊക്കെ തെളിവെന്താന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് വേക്കിംഗ് സ്റ്റേറ്റിലേക്ക് ദർ ഈസ് എ സീപ്പ്, ഒരു ദ്വാരമുണ്ട്, സാധ്യമാണതാണ്. അപ്പോ ജാഗ്രതത്തിലാണ് വിചാരം വേണ്ടി വരുന്നത്. ആ വിചാരത്തിനാണ് ഇവിടെ പറയണത് ആ സ്വാഭാവികമായ സുഖത്തെ പ്രാപിക്കുവാൻ ആത്മജ്ഞാനം അത്യാവശ്യമാകുന്നു. ഇവിടെ ഭഗവാൻ ആത്മജ്ഞാനത്തിന് വിധിക്കാണ്. ആത്മജ്ഞാനം അത്യാവശ്യമാകുന്നു. ആവശ്യമെന്നല്ല പറഞ്ഞത്, അത്യാവശ്യമാകുന്നു. ആത്മജ്ഞാനമില്ലാതെ ആ സ്വാഭാവികമായ സുഖം, സ്വാഭാവികം എന്നാണ് ഭഗവാൻ ഉപയോഗിച്ചത് വാക്ക്. സ്വാഭാവികം എന്ന് വെച്ചാൽ നാച്ചുറൽ, അല്ലെ? നാച്ചുറൽ. സുഷുപ്തി നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഇന്ന് എല്ലാവരും നാച്ചുറൽ ആയിരിക്കണം എന്നാണ് പറയണത്. ഋഷികൾ പറയണത് നാച്ചുറലായി ഇരുന്നിട്ട് കാര്യമില്ല എന്നാണ്. യു ഷുഡ് നോട്ട് ബി നാച്ചുറൽ, യു ഷുഡ് ബി റിയൽ. അൺനാച്ചുറൽ, നാച്ചുറൽ, റിയൽ. നാച്ചുറൽ എന്ന് വെച്ചാൽ നേച്ചറുടെ ഉള്ളിലുള്ളത് എന്നാണ്. സുഷുപ്തി നേച്ചർ തരുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ മഴ പെയ്യണു, നമ്മൾ വിചാരിച്ച മഴ പെയ്യിക്കാൻ പറ്റുമോ? അത് പെയ്യണു ഇപ്പോ, അല്ലെ? രാവിലെ എണീറ്റ് ഈ പ്രഭാഷണം കഴിയുന്നവരെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ? നാച്ചുറലാണത്. അത് അതിന്റെ സമയത്തിനത് പെയ്യും. അത് നമ്മളുടെ സമയത്തിന് വശം വരില്ല. നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളണം, അല്ലേ? രാത്രി ഉറക്കം വന്നില്ല, ഇവിടെ ഇരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നേര് നാടിക്കൊണ്ടേയിരിക്കും. നാച്ചുറലാണ് അത്, റിയൽ അല്ല. എന്നുവെച്ചാൽ അത് വന്ന് ബോധപൂർവമുള്ളതല്ല. അതിനെ ബോധപൂർവം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം മാത്രം മതി എന്നാണ്. അതാണ് ആശ്ചര്യം. ഒന്ന് നേടി അതിനെ കണ്ടറിഞ്ഞാൽ മാത്രം മതി. കണ്ടറിഞ്ഞാൽ മാത്രം മതി. തമേവൈകം ജാനഥ ആത്മാനം അന്യാ വാചോ വിമുഞ്ചഥ അമൃതസ്തൈഷ സേതു. അമൃതത്വത്തിന് ഒരു സേതു, ഒരു പാലുണ്ടാക്കി തരികയാണെന്നാണ്. എന്താ? ആത്മാനം ജാനഥ, ആത്മാവിനെ അറിയൂ. മറ്റുള്ളതൊക്കെ വിട്ടുകളയൂ തൽക്കാലത്തേക്ക്. നിങ്ങള് അമൃതസ്വരൂപികളായിട്ട് തീരും. അപ്പോ ആ ജ്ഞാനം, അതിനായി ആത്മജ്ഞാനം അത്യാവശ്യമാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. ഏറ്റവും ആവശ്യമാണ്. സുഷുപ്തിയിൽ എങ്ങനെ ഏറ്റവും വലിയ ദുഃഖവും ബാധിക്കപ്പെടാതിരിക്കണോ അതേപോലെ ജാഗ്രതയിൽ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കണമെങ്കിൽ, ജീവൻ മുക്തനായിട്ടിരിക്കണമെങ്കിൽ, ദുഃഖത്തിന്റെ ബാധ, ശരീരത്തിന്റെ ബാധ, മനസ്സിന്റെ ബാധ, ഉപാധിദോഷങ്ങൾ ബാധിക്കാതിരിക്കണമെങ്കിൽ ആത്മജ്ഞാനം അത്യാവശ്യമാകുന്നു.
ശരി, അതെങ്ങനെ വരും? അതിലേക്ക് എന്നുവെച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാവുകാനായിട്ട് ഞാൻ ആരാ എന്ന വിചാരം പ്രധാനപ്പെട്ട സാധനമാകുന്നു എന്ന് വിധിച്ചു. ഈ ആത്മജ്ഞാനത്തിനായിട്ട് ആത്മാവിനെയാണല്ലോ അറിയേണ്ടത്. ആത്മാവിനെ കുറിക്കുന്ന ശബ്ദം എന്താ? ഞാൻ എന്നാണ്. നമ്മളിപ്പോ ആത്മാവിനെ കുറിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്. അഹമസ്മി അഹമസ്മി അഹമസ്മി. ഈ അഹം എന്താണ്, ഈ അഹത്തിന്റെ സ്വരൂപം എന്താണെന്നുള്ള അന്വേഷണം അതിന് മുഖ്യമായ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഒരു പാത്ത്, ഒരു മെത്തേഡ്, ഒരു ക്വസ്റ്റ് ആണ് എന്ന് വിധിച്ചു. ആ ഞാൻ ആരാ എന്നുള്ള വിചാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. സുഷുപ്തി അവസ്ഥയില് എല്ലാവർക്കും ആത്മാനുഭവം സിദ്ധമാണ് എന്നൊരാശ്ചര്യകരമായ കാര്യമാണ് ഉപനിഷത്ത് പറയുന്നത്. വളരെ 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 വിസ്മയം ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രമാണ് ഉപനിഷത്ത്. എന്താ അതിന്റെ വിസ്മയം എന്ന് വെച്ചാൽ ഒന്നും പ്രാപിക്കാനില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വിസ്മയകരമായ പ്രഖ്യാപനം. ന പ്രാപ്യം. പിന്നെ എന്താ ഈ ബുദ്ധിമുട്ട്? ഉള്ളതിനെ കാണണില്ല എന്നാണ്. ഒരു നിധി കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ പായ വിരിച്ച് ഇരുന്ന് ഭിക്ഷ എടുക്കുകയാണ് നമ്മളെന്നാണ്. എടുത്താ തീരാത്ത ട്രഷർ നിധി, അത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ ഒരു പായ, കീറപ്പായ വിരിച്ചിരുന്നിട്ട് നക്കാപ്പിച്ച ചോദിക്കുകയാണ്, എന്താ കിട്ടുന്നുവെന്ന് കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭിക്ഷാമടതി ദുർമതി. ശ്രുതി എന്ത് ചെയ്യുന്നു? ആ പായ എടുത്ത് മാറ്റും, ചോട്ടിലിത്തിരി ഒന്ന് കുഴിച്ചു നോക്കും, അവിടെ എന്താ ഉള്ളത് നോക്കും. അത് കൂട്ടാക്കണില്ല എന്നാണ്. അത്രേ കുഴപ്പമുള്ളൂ. ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ് സുഷുപ്തി അവസ്ഥയിൽ എല്ലാവർക്കും ആത്മാനുഭവം ഉണ്ട് എന്നുള്ളത്. അത് ആർക്കുണ്ട്? സന്യാസിക്കാണോ? സന്യാസിക്ക്, ഗൃഹസ്ഥന്, സ്ത്രീക്ക്, പുരുഷന്, കൊച്ചുകുട്ടിക്ക്, വൃദ്ധന്, അമ്മയ്ക്ക്, അച്ഛന്, ബ്രാഹ്മണന്, ചണ്ടാളന്. പക്ഷെ അവിടെ അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി, ബ്രാഹ്മണോ അബ്രാഹ്മണോ ഭവതി, ഭ്രൂണഃ അഭ്രൂണഃ ഭവതി, ചണ്ടാളോ അചണ്ടാളോ ഭവതി, പുൽക്കസഃ അപുൽക്കസോ ഭവതി, സ്തേനോ അസ്തേനോ ഭവതി, ഭ്രൂണഃ അഭ്രൂണഃ ഭവതി. അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണനല്ല, ചണ്ടാളൻ ചണ്ടാളനല്ല, പുൽക്കസൻ പുൽക്കസനല്ല, കള്ളൻ കള്ളനല്ല, ഭ്രൂണഃ ഭ്രൂണഃ അല്ല, ധനവാനില്ല, ദരിദ്രനില്ല, ഒന്നുമില്ല. അതിനകത്ത് പോയാൽ സുഖം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വന്നു? സ്വമപീതോ ഭവതി എന്നാണ് ശ്രുതി പറഞ്ഞത്. ഞാൻ എന്നിൽ തന്നെ ലയിച്ചുപോയി. ശരി, അങ്ങനെയാണെങ്കിൽ ഉറങ്ങുന്നത് കൊണ്ട് എല്ലാവരും ആത്മജ്ഞാനികളാവണമല്ലോ. ദിവസം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരും ഒരു ശങ്കരാചാര്യരോ ബുദ്ധനോ രമണ മഹർഷിയോ രാമകൃഷ്ണ പരമഹംസരോ, നിങ്ങൾ എന്തൊക്കെ പേര് പറഞ്ഞോളൂ, അങ്ങനെയൊക്കെ ആവേണ്ടതല്ലേ? എന്തുകൊണ്ടാവുന്നില്ല? അതാണ് അവിടെയാണ്. അതാണ് ഇന്നലെ പറഞ്ഞത്, നാച്ചുറൽ ആൻഡ് റിയൽ. നാച്ചുറൽ എക്സ്പീരിയൻസ്, കോൺഷ്യസ് എക്സ്പീരിയൻസ്. സുഷുപ്തി ഈസ് നാച്ചുറൽ എക്സ്പീരിയൻസ്. Realization is conscious experience.
നാച്ചുറൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഉടനെ പറയേണ്ടത് അൺനാച്ചുറൽ എക്സ്പീരിയൻസ് ആണ്. അൺനാച്ചുറൽ അല്ല, ഇറ്റ് ഈസ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നേച്ചർ എല്ലാവർക്കും കൊടുക്കണത്, പുഴു മുതൽക്ക് ബാക്ടീരിയ മുതൽക്ക് എല്ലാവർക്കും, ബ്രഹ്മാവ് പര്യന്തം എല്ലാവർക്കും ഉള്ള പ്രകൃത്യാദത്തമായിട്ടുള്ള ഒരു സമാധി അനുഭവമാണ് സുഷുപ്തി. പക്ഷെ അത് ആത്മ അനുഭവമില്ല, ആത്മജ്ഞാനമില്ല അതില്. എന്തുകൊണ്ട് ആത്മജ്ഞാനമില്ല? ആത്മജ്ഞാനത്തിന് വേണ്ട ഒരു സാധനവും അവിടെ ഇല്ല. അവിടെ സ്വരൂപം മാത്രമേ ഉള്ളൂ എന്നാണ് ശ്രുതി പറയുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ഗംഭീരമായ ഒരു അവസ്ഥയാണ് സുഷുപ്തിയിൽ നിന്ന് നോക്കിയാൽ. ഞാൻ പറയണത് ഇപ്പൊ നിങ്ങൾ വളരെയധികം മനനം ചെയ്തിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടാ മതി. സുഷുപ്തിയിൽ നിന്ന് നോക്കൽ എന്നൊരു കാര്യമുണ്ട്, സുഷുപ്തിയെ ജാഗ്രത നോക്കൽ എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുഷുപ്തി ഞാൻ പറയുമ്പോ വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് മാത്രമേ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പിനെ നോക്കാൻ പറ്റുള്ളൂ. വളരെയധികം നിധിധ്യാസനം ചെയ്തിട്ട് ഉള്ള ആളുകൾക്ക് സുഷുപ്തിയിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്കറിയാം സുഷുപ്തിയില് ആത്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ആത്മജ്ഞാനത്തിന് വേണ്ട ഒരു ഉപകരണമൊന്നും അവിടെ ഇല്ല, അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ്. സുഷുപ്തിയെ വേക്കിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോക്കിയാൽ ആവരണമുണ്ട് എന്ന് പറയേണ്ടി വരും. ജാഗ്രത നിന്ന് നോക്കിയാൽ സുഷുപ്തിയിലെ ആവരണമുണ്ട്, ബുദ്ധിയിൽ ഒരു മറയുണ്ട്, അതുകൊണ്ടാണ് സത്യം അറിയാത്തത് എന്ന് ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയെ നോക്കുമ്പോൾ പറയേണ്ടി വരും. എന്തുകൊണ്ട് സുഷുപ്തിയിൽ സുഖമായിരുന്നിട്ടും ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞില്ല എഴുന്നേറ്റപ്പോ എന്ന് വെച്ചാൽ ആവരണം, ബുദ്ധിയിലുള്ള അജ്ഞാനം മാറിയിട്ടില്ല. ആ മറ കാരണം സുഷുപ്തിയിൽ നിന്ന് എഴുന്നേറ്റിട്ടും ഞാൻ ഇത്ര നേരം ആത്മാവായിരുന്നു, ബ്രഹ്മമായിരുന്നു, അതാണ് എന്റെ സ്വരൂപം എന്നൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് ബുദ്ധിയിലുള്ള അജ്ഞാനം നീക്കാൻ വേണ്ടിയിട്ടാണ് വേദാന്ത ശ്രവണം ചെയ്യണത്. ആവരണ ക്ഷയത്തിനായിട്ട് വേദാന്ത ശ്രവണം വിധിക്കപ്പെടുകയാണ്. ആവരണം നീങ്ങുമ്പോ സുഷുപ്തിയിൽ ഏതൊന്ന് ശരീരമില്ലാതെ, മനസ്സില്ലാതെ, ബുദ്ധിയില്ലാതെ, അഹങ്കാരമില്ലാതെ സ്വം മാത്രമായിട്ട്, സത്ത മാത്രമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരുന്നുവോ ആ സ്വയം പ്രകാശമാനമായ വസ്തു താനേ താനായി സ്വയമേവ ജാഗ്രത്തിൽ വിളങ്ങും. അപ്പോ അവിടെ ഉറക്കമില്ല, നിദ്രയില്ല. നിദ്ര ഒരു ദോഷാണല്ലോ. നിദ്ര ന വിദ്യ, ഗ്രഹണം ന വിദ്യ, ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ, നിദ്ര പദാർത്ഥഗ്രഹണേതരാ സ്യാത് ചിദേവ വിദ്യ വിലസന്തി അശൂന്യ. സദ്ദർശനത്തിലെ ഒരു ശ്ലോകമാണ്, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. നിദ്ര ന വിദ്യ, നിദ്ര എന്ന് വെച്ചാൽ ഒന്നും അറിയാതിരിക്കൽ, അത് ആത്മജ്ഞാനമല്ല. ഗ്രഹണം ന വിദ്യ, ശരി എന്തിനെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതും ആത്മജ്ഞാനമല്ല. ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധ, യഥാർത്ഥമായ ഉണർവില്, ബോധത്തില് അല്പം പോലും ഒന്നും അറിയപ്പെടുന്നില്ല. അപ്പോ ഒന്നും അറിയപ്പെടുന്നില്ല എന്ന് വെച്ചാൽ നിദ്രയാവില്ലേ? നിദ്ര പദാർത്ഥഗ്രഹണേതരാ സ്യാത്, ഒന്നും അറിയായ്മയാകുന്ന ഉറക്കമോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ അറിയുന്ന നോളജോ, ഇത് രണ്ടും അല്ലാത്തതായ ചിത്, കേവലമായ ഉണർവ്, കോൺഷ്യസ്നസ്, ബോധം. ചിദേവ വിദ്യ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുള്ള ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ബുദ്ധിയുടെയോ അഭിമാനത്തിന്റെയോ സ്പർശമില്ലാത്തതായ ചിത് പ്രകാശം, സ്വയം പ്രകാശമായ സദ്വസ്തു
അതിന്റെ ഇടതടവില്ലാത്ത അനുഭവം, അവിഛിന്നമായ അനുഭവമാണ് ഇവിടെ നമ്മുടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ്, നാച്ചുറൽ എക്സ്പീരിയൻസ് അല്ല. നമുക്ക് ഈ നാച്ചുറൽ എന്നുള്ള വാക്കിനോട് വല്ലാത്തൊരു പിടിപാടുണ്ട്. അതിനു വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. നാച്ചുറലായിട്ട് എന്തൊക്കെ ഉണ്ടോ ഒന്നും നിങ്ങളുടെ സ്വന്തമല്ല, അത് നേച്ചറുടെയാണ്. ദേവസ്വം വക എന്നിട്ടുണ്ടാവില്ലേ, അതുപോലെയാ. അത്യാവശ്യം ഉപയോഗിക്കാൻ കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടു കൊടുക്കണം, ദേവസ്വം വകയാണത് അല്ലെ. അതുപോലെയാണ് നാച്ചുറൽ എന്ന് പറയണ ഒക്കെ. ശരീരം നാച്ചുറലാണ്, നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല. എന്റെ ശരീരം എന്ന് പറയണു അത് നേച്ചറുടെയാണ്, ബോഡി. അതിലുള്ള രക്തചംക്രമണം നാച്ചുറലാണ്, എനിക്കൊന്നും അറിയില്ല, അത് എന്റെ കൺട്രോളിലൊന്നുമില്ല, നേച്ചറുടെ കൺട്രോളിലാണ്. അഭിമാനം മാത്രമേ ഉള്ളൂ എനിക്ക്. ഐ എം നോട്ട് കോൺഷ്യസ്. ഹാർട്ട് ബീറ്റ് നാച്ചുറലാണ്, റെസ്പിറേഷൻ നാച്ചുറലാണ്, ഡൈജഷൻ നാച്ചുറലാണ്, ബ്രെയിൻ ഫങ്ഷൻ നാച്ചുറലാണ്, കോൺഷ്യസ് അല്ല. പക്ഷേ ഞാനുണ്ട്, അഹം 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 എന്ന അനുഭവം ഉണ്ടല്ലോ, അത് കോൺഷ്യസ് ആണ്, നാച്ചുറൽ അല്ല, അത് നേച്ചറല്ല. അത് നേച്ചറിന് നിങ്ങൾക്ക് പേര് കൊടുക്കണമെങ്കിൽ പോലും ഭഗവാൻ ഒരു പേര് കൊടുത്തു, അപരാപ്രകൃതി, പരാപ്രകൃതി എന്ന് പറഞ്ഞു. പരാപ്രകൃതി എന്ന് പേര് കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഉള്ളിലാണെന്ന് നിങ്ങൾക്കൊരു ഭ്രമം ഉണ്ടല്ലോ, അതുകൊണ്ട് ശരി പരാപ്രകൃതി എന്ന് വെച്ചോളൂ, ഡിവൈൻ നേച്ചർ എന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഡിവൈൻ നേച്ചർ ഒന്നും അല്ലാതെ, അത് നേച്ചർ അല്ല, അത് നേച്ചറിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റാണ്. അത് ചിത്താണ്, അഹം അഹം അഹം. ആട്ടെ, അപ്പോ ഭഗവാനോട് പറഞ്ഞു, സുഷുപ്തിയിൽ സ്വാഭാവികമായ സുഖത്തെ പ്രാപിക്കുവാൻ. ഒരു വാക്കും ഋഷീണാം പുനരാദ്യാനാം വാചമർത്ഥോനുധാവതി ലൗകികാനാം തു സാധൂനാം അർത്ഥം വാഗ് അനുവർദ്ധത്തെ എന്ന് പറയും. നല്ല മനുഷ്യര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചിന്തിച്ച് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ആലോചിച്ച് പതുക്കെ പറയും. അപ്പൊ അവർ പറയുന്ന വാക്കൊക്കെ പ്രിസൈസ് ആയിട്ടിരിക്കും. പക്ഷെ ഋഷികൾ പറയുമ്പോ അവരെന്തു പറയണോ അതിന് പുറകിൽ പ്രിസിഷൻ ഓടി വരും എന്നാണ്. അവരാലോചിച്ച് പറയൊന്നും വേണ്ട, അവർ പറയണ വാക്കിന് പുറകില് അർത്ഥം വന്ന് നിൽക്കും. ഋഷീണാം പുനരാദ്യാനാം വാചം അർത്ഥോനുധാവതി. ഭഗവാന്റെ വാക്ക് അങ്ങനെയാണ്. ഭഗവാൻ ഇത് എഴുതി കൊടുക്കുമ്പോ 21 വയസ്സ് കുട്ടിയാണ്. 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ഒന്നും അറിയില്ല, ലോകമൊന്നും. 16 വയസ്സിൽ ഓടിപ്പോയി മൗനമായിട്ട് 17 വയസ്സിൽ അവിടെ പോയി ഇരുന്നു. 21ാമത്തെ വയസ്സിലാണ് ശിവപ്രകാശം പിള്ളை എഴുതി ചോദിക്കുന്നതും ഭഗവാൻ എഴുതി കൊടുക്കണതും. അപ്പൊ എഴുതി കൊടുത്തതാണിത്. ഈ ടീച്ചിങ് 1950 ശരീരം ഉപേക്ഷിക്കുന്നവരെ പോയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. There is no evolution at all, no gradation at all. സയൻസിൽ എത്ര ഗ്രഡേഷൻ ഉണ്ടോ നോക്കൂ. ഇന്നൊന്ന് പറയുന്നു, നാളെ മറ്റൊന്ന് പറയുന്നു, പിന്നെ വേറെ ഒന്ന് മാറ്റുന്നു. എന്താ കാരണം? ഒന്നും പെർഫെക്റ്റ് അല്ല. ഓരോ സ്റ്റേജിൽ എന്ത് കാണുമോ അപ്പൊ അത് പറയണു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ പോയാൽ ഇതിനെ ട്രാൻസ്ജെൻഡ് ചെയ്തു. പക്ഷേ ആത്മവിദ്യ പെർഫെക്റ്റ് ആണ്. എന്താ? ഒരിക്കൽ കണ്ടാ കഴിഞ്ഞു. സകൃത് വിഭാതോയം ബ്രഹ്മലോക. ഒരേ ഒരു പ്രാവശ്യം പ്രകാശിച്ചാൽ പിന്നെ മറയലേയില്ല എന്നാണ്. സകൃത് വിഭാതോ സവിതുഹു യഥാ പ്രഭാം. സൂര്യൻ പ്രകാശിക്കണ പോലെ ഒരു പ്രാവശ്യം പ്രകാശിച്ചാൽ പിന്നെ മറയില്ലാത്ത പ്രകാശമാണ്. അതിൽ കൂട്ടുക കുറയ്ക്കുക ഒന്നുമില്ല. അതെ, ഒരേപോലെ പൂർണ്ണമാണ്. ആ പൂർണ്ണത്വമാണ് ഭഗവാന്റെ ജീവിതം മുഴുവൻ നമ്മൾ കാണുന്നത്. നമുക്ക് അവിടെ അതാണ് സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആ സ്വാഭാവികമായ സുഖത്തെ. എല്ലാവരും അനുഭവിക്കുന്ന സുഖമാണത്. സാധാരണ മനുഷ്യനോട് ഭഗവാൻ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ്.
ഏറ്റവും ദുഷ്ടത ചെയ്താലും ഏറ്റവും ദുഃഖിച്ചാലും ഒന്ന് ഉറങ്ങിയാ മതി, സുഖമായി. പല രോഗങ്ങളും പോലും ഉറങ്ങിയാ പോകും അല്ലേ? വീട്ടിൽ മുത്തശ്ശിമാർക്കൊക്കെ പോലും അറിയണ കാര്യമാണ്, തലവേദനിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി കിടന്നുറങ്ങും, ഉറങ്ങിയിട്ട് വരുമെന്ന്. സൈക്കിക് പ്രോബ്ലംസ് ആയിട്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു ട്രാങ്കുലൈസർ കൊടുത്തിട്ട് ഉറക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഉറക്കില്ലാത്തതാണ് മെയിൻ കുഴപ്പം. കുറെ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറെയൊക്കെ സമാധാനം വരുന്നറിയാം. പക്ഷെ അത് എങ്ങനെ വരണമെന്ന് അവർക്കറിയില്ല. ആ സോഴ്സിൽ പോയി ഒന്ന് ഡിപ്പായിട്ട് വന്നാൽ യു ഗെറ്റ് ഹീൽഡ്, ബിക്കോസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ ഈസ് ദെയർ ഹൈഡിങ് വിത്തിൻ യു. പക്ഷെ ആ ഹീലിംഗ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യ കാരണം എന്താ? വാസ്തവത്തിൽ ഒരു വിധത്തിലൊരു മരണമാണത്. മരണം ഏറ്റവും വലിയ റിഫ്രഷറാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുമ്പോൾ നല്ല ശരീരം, തുരുന്നൊരു ശരീരമായിട്ട് ജനിക്കുന്നത് അല്ലെ കൊച്ചുകുട്ടികളെ. ഉറങ്ങുമ്പോ ശരീരം ഇല്ലാതാവുകയാണല്ലോ. ഒന്നും ഇല്ലാതാവുമ്പോ ആ ഫ്രഷ് ആവുകയാണ്, സുഖം, സമാധാനം. അതുകൊണ്ടാണ് മുചുകുന്ദൻ പറഞ്ഞത്, എനിക്ക് ആത്മജ്ഞാനം ഇല്ലെങ്കിൽ ഉറക്കെങ്കിലും തരുമെന്ന് പറഞ്ഞു. ഭാഗവതത്തില് ദേവന്മാരുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചതാണ്, എനിക്ക് ആത്മജ്ഞാനം തരുമെന്ന് പറഞ്ഞു. ദേവന്മാര് പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് വഴിയില്ല, അതിന് ഭഗവാൻ തന്നെ അങ്ങേക്ക് വന്ന് ഉപദേശിച്ചു തരും. എന്നാൽ വേറെ ഒന്നും വേണ്ട, വേറെ എന്ത് ചെയ്താലും അപകടമാണ്. ഒന്നിൽ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധി സ്ഥിതിയിലിരിക്കണം, വ്യവഹരിച്ചാൽ കുഴപ്പമാണെന്നാണ്. അതുകൊണ്ട് ഇനി വ്യവഹരിക്കാൻ ഞാൻ തയ്യാറല്ല, ഇത്രകാലം വ്യവഹരിച്ച് ചേർത്തത് തന്നെ മതി. അതുകൊണ്ട് ആ ജ്ഞാനസമാധി എനിക്ക് ഉണ്ടാവണത് വരെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം, ഏതെങ്കിലും ഗുഹയില്. ആ വരം തരുമെന്ന് പറഞ്ഞു. അവര് വരം തരട്ടെ തരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ എന്താ പറയാ, നാഗിങ് ആണ്. അപ്പൊ ശരി, എന്നാ ഉറങ്ങാനുള്ള വരം തരും, എന്നാ അതെങ്കിലും ഒന്ന് നേരെ ചൊവ്വെ കൊടുത്തൂടെ. ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ചോദിച്ച അപകടമാണ്. ഉറങ്ങാനുള്ള വരമെങ്കിൽ എന്നാ ശരി തഥാസ്തു എന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങളെ ആരെങ്കിലും എഴുന്നേൽപ്പിച്ചാൽ നിങ്ങൾ അവരെ നോക്കിയാൽ അവർ ഭസ്മമാവും. ഇതാര് ചോദിച്ചു? ഉറങ്ങാനുള്ള വരം കൊടുത്താൽ പോരെ. നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്താൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അവർ. ഈ വരം ആര് ചോദിച്ചു? ഇതാണ് പറഞ്ഞ മുചുകുന്ദ പറഞ്ഞപ്പ ഇതിനെക്കാളും അതും വേണ്ടിയിരുന്നില്ല. അങ്ങനെയാണ്. ശരി, അതിനൊരു കണക്ഷനൊക്കെ ഉണ്ടാക്കി ഭഗവാൻ. കാലയവനെ കൊണ്ടുവന്നു അവിടെ അല്ലെ. എന്നിട്ടാണ് മുചുകുന്ദ സ്തുതി ഭാഗവതത്തിൽ. അപ്പൊ ഉറക്കം എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ, അതൊരു വെറുതെ സാധാരണ പ്രാകൃതം പ്രാകൃതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്, നാച്ചുറൽ എന്നാണ് അർത്ഥം. നമ്മൾ പ്രാകൃതം എന്ന് വെച്ചാൽ എന്താ? പ്രകൃതി സംബന്ധം, പ്രകൃതിയുടേത് എന്നർത്ഥം. പ്രകൃതിയുടേത് സുഖമായിട്ട് ഉറങ്ങുന്നു. ഭഗവാന്റെ കൂടെ താമസിച്ചവരൊക്കെ പറയും, അടുത്തന്നെ ചിലരൊക്കെ കിടക്കും. വൈകുണ്ഠവാസർ, ശിവാനന്ദ സ്വാമി, കുഞ്ചസ്വാമിയൊക്കെ തന്നെ കൂടെ കിടന്ന് അവരൊക്കെ പറയണതാണ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ എഴുന്നേക്കണം എന്നാണ്. എന്നുവെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കിടക്കാനൊരു സുഖമുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ കയ്യിലുള്ള ദണ്ഡ് കൊണ്ട് ഇങ്ങനെ കുത്തിവിടും അത്രേ. എന്താന്ന് വെച്ചാൽ ആ സുഷുപ്തിയിൽ നിന്ന് എഴുന്നേക്കണം, സ്വപ്നത്തുനിന്ന് എഴുന്നേക്കാൻ പാടില്ല. നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടി സുഖമായി ഉറങ്ങി. അതിനാണ് ദിവസം ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇരുന്ന് കുറച്ച് ആ സുഷുപ്തി അവസ്ഥയെ ഒന്ന് അനുസന്ധാനം ചെയ്യണം. എന്താന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒന്നും കിട്ടില്ല. അധിക ദിവസവും ഫ്രം ഡീപ്പ് സ്ലീപ്പ് യു എൻറ്റർ വേക്കിംഗ് സ്റ്റേറ്റ് ത്രൂ ദ കോറിഡോർസ് ഓഫ് ഡ്രീം. So you will carry some thought.
പീസസ് ഓഫ് തോട്ട്സ്. ചിത്തവൃത്തികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഡീപ്പ് സ്ലീപ്പാണെന്ന് ഒന്നും അറിയില്ല. ഡീപ്പ് സ്ലീപ്പ് എന്നൊന്നും പറഞ്ഞാൽ പോലും വയസ്സാവും തോറും നമുക്ക് മനസ്സിലാവില്ല. അതൊരു വളരെ വലിയൊരു വിഷമാണ്. വാർദ്ധക്യാവും തോറും സുഷുപ്തി സുഷുപ്തി എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തോ ഒരു ഡൾ സ്റ്റേറ്റേ ഓർമ്മ വരുള്ളൂ. കൊച്ചുകുട്ടികള് ചെറുപ്പത്തിലൊക്കെ ആവുമ്പോ കാണാൻ അത് നല്ല, അത് ശരിക്കും തപസ്. അതിനാണ് തപസ്. എനർജിയൊക്കെ കളക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രാണനെയൊക്കെ ശുദ്ധമാക്കിയാൽ ആ സുഷുപ്തി അവസ്ഥയെ ഫ്രഷായിട്ട് കാണാൻ പറ്റും. ശരിയായ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവും. വാർദ്ധക്യാവും തോറും ഡീപ്പ് സ്ലീപ്പ് ഒന്നും ഉണ്ടാവില്ല. ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നു. കൊച്ചുകുട്ടികൾ 16 മണിക്കൂറൊക്കെ ഉറങ്ങും. വയസ്സാവും തോറും ഡ്രീം കൂടിക്കൊണ്ടേയിരിക്കും, ഡീപ്പ് സ്ലീപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. തോട്ട്സ് കൂടിക്കൊണ്ടേയിരിക്കും, തോട്ട്ലെസ് സ്ലീപ്പ് വിൽ ഡിക്രീസ്. അതൊരു കുഴപ്പമില്ല, അത് നാച്ചുറലാണ്. അതുകൊണ്ട് ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. ഉറക്കം വന്നിട്ടില്ലെങ്കിൽ നാമം ജപിച്ചിരിക്കുക, ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കാം, നിശബ്ദമായി ചുമ്മാ ഇരിക്കാം. ചുമ്മാ ഇരിക്കാം. ഉറക്കം വരുമ്പോ ഉറങ്ങാം. തിരുവണ്ണാമലയില് ഞങ്ങളുടെ കൂടെ ഒരു വൃദ്ധൻ വന്ന് താമസിച്ചു. വയസ്സായ ഒരു താത്ത. അദ്ദേഹം പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് ഉറക്ക ഗുളിക കഴിച്ചാലേ ഉറക്കം വരുള്ളൂ, അല്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെ ഒരു വിഷമാണ്. അപ്പൊ തോന്നി, അപ്പൊ അത് പറയുകയും ചെയ്തു, ഉറങ്ങണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വയസ്സായില്ലേ. കുട്ടികൾ 16 മണിക്കൂറൊക്കെ ഉറങ്ങണം. നമ്മൾക്ക് കുറച്ച് വിശ്രാന്തി വേണം, അത് ശരീരം എടുത്തോളും. നമുക്ക് നോക്കാമല്ലോ. നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോ ബാഗ് ഫുള്ളാണ്. പതുക്കെ പതുക്കെ സാധനം പുറത്തെടുത്ത് വെക്കും തോറും ബാഗ് കാലിയാവും. അതുപോലെ ഇവിടെ വരുമ്പോ ഫുള്ളായിട്ടുള്ള ബാഗ്, അതുകൊണ്ട് നല്ലവണ്ണം ഉറങ്ങും. വയസ്സാവും തോറും ഉറക്കം കുറയും, സാരില്ല, നമുക്ക് നോക്കാലോ. ഇന്നിപ്പോ ഗുളിക കഴിക്കണ്ട, ഉറങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ട, നോക്കാം നമുക്ക്. ആദ്യത്തെ ദിവസം അദ്ദേഹം അത്ര വിശ്വാസമുണ്ട്, എല്ലാവരുടെ അടുത്തും നടക്കില്ല, നല്ല വിശ്വാസം, ശ്രദ്ധ. അടുത്ത ദിവസം രാവിലെ എണീറ്റ് പറഞ്ഞു, ഒരു തുള്ളി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. സാരില്ല, നോക്കാം. അന്ന് പകൽ മുഴുവനും ഉറങ്ങിയില്ല. അടുത്ത ദിവസം രാത്രിയും രാവിലെ അതിനടുത്ത ദിവസം രാവിലെ എണീറ്റ് പറഞ്ഞു, ഒരു മണിക്കൂർ ഉറങ്ങിണ്ടാവും എന്ന് പറഞ്ഞു. സാരമില്ല, ലാഭമുണ്ട് മരുന്ന് കഴിക്കാതെ. മൂന്നാമത്തെ ദിവസം പറഞ്ഞു 4 മണിക്കൂർ ഉറങ്ങിയെന്ന് പറഞ്ഞു. സുഖമായിട്ട് 4 മണിക്കൂർ ഉറങ്ങി. 4ാമത്തെ ദിവസവും ഞാൻ ഇറങ്ങി വരുമ്പോ അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല, സുഖമായ ഉറക്കം. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗുളിക തൊട്ടിട്ടില്ല, അന്ന് വിട്ടതാണ്, ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ വയസ്സ് മൂത്തു എന്നല്ലാതെ നമുക്ക് ഉറങ്ങാൻ മുതൽ കൊണ്ട് പഠിക്കേണ്ടിയിരിക്കണം. പക്ഷെ എല്ലാവരുടെ അടുത്തും നടക്കില്ല കേട്ടോ അത്. അതിന് വിശ്വാസവും ശ്രദ്ധയും ഒക്കെ വേണം, അല്ലെങ്കിലൊന്നും നടക്കില്ല. നമ്മൾ പേടിച്ചു പോവും, നമ്മൾ തയ്യാറാവില്ല അതിനൊന്നും. ഒരു ദിവസം കുറച്ചു നേരം ഉറക്കം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനായി പോകും. അത്രയ്ക്ക് ബോർഡമാണ് ഈ വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ പറയുന്നു, സ്ലീപ്പ് ഓവർ പവേഴ്സ്. അപ്പൊ ഭഗവാൻ പറയുന്നു, സോ ടു ദ വേക്കിംഗ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി സ്ലീപ്പ് വിച്ച് ഓവർ പവേഴ്സ്, ദ വേക്കിംഗ് സ്റ്റേറ്റ് ഈസ് ഓൾസോ ഓവർ പവറിങ് യു. അതും ഗ്രിപ്പ്, എന്താണ്, സ്കോർപ്പിയോണിക് ഗ്രിപ്പ് ഓഫ് വേക്കിംഗ് സ്റ്റേറ്റ് എന്നാണ്. ആത്മാവിനെ അറിയാതിരിക്കാനുള്ള ഒരു മുഖ്യ കാരണമാണല്ലോ ഈ വിക്ഷേപം. അപ്പോ ആ സ്വാഭാവികമായ സുഖത്തിനെ അറിയാൻ, സുഷുപ്തിയിൽ അനുഭവപ്പെടുന്ന സ്വാഭാവികമായ സുഖത്തിനെ അറിയാൻ ആത്മജ്ഞാനം അത്യാവശ്യമാകുന്നു എന്ന് പറഞ്ഞു. അതിന് ഞാനാരാ എന്ന വിചാരം പ്രധാനപ്പെട്ട സാധനമാകുന്നു. ശരി.
ചോദ്യം 1, പ്രശ്നോപനിഷത്ത്. ആദ്യത്തെ ചോദ്യമാണ്, ഞാൻ ആരാം? ഉത്തരം, സപ്തധാതുമയമായ സ്ഥൂലദേഹമല്ല ഞാൻ. ശബ്ദസ്പർശ രൂപരസഗന്ധമെന്ന പഞ്ചവിഷയങ്ങളെയും യഥാക്രമം അറിയുന്ന ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം ഞാൻ അല്ല. വചനം, ഗമനം, ദാനം, മലവിസർജനം, ആനന്ദിക്കൽ എന്ന 5 പ്രവൃത്തികളെയും നടത്തുന്ന വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയ പഞ്ചകവും ഞാൻ അല്ല. ശ്വസനാദി പഞ്ചപ്രവൃത്തികളും നടത്തുന്ന പ്രാണാദി പഞ്ചവായുക്കളും ഞാൻ അല്ല. വിചാരിക്കുന്ന മനസ്സും ഞാൻ അല്ല. സർവവിഷയങ്ങളും സർവകർമ്മങ്ങളും ഇല്ലാതായി വിഷയവാസനകളെ മാത്രം വഹിക്കുന്ന അജ്ഞാനവും ഞാൻ അല്ല. ഇവയൊന്നും ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ആരാ? മുൻപറഞ്ഞ മാതിരി യാതൊന്നും ഇത് ഞാനല്ല അത് ഞാനല്ല എന്ന് നിഷേധിച്ച് ഒടുവിൽ തള്ളുവാൻ തരമില്ലാതെ തനിയെ ശേഷിക്കുന്ന അറിവ് ആകുന്നു ഞാൻ. തള്ളുവാൻ തരമില്ലാതെ ആകുന്നവരെ തള്ളാണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹും നജ ശ്രോത്രജിഹ്വേന ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ഭൂമിർന തോയം ന തേജോ ന വായുഃ ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധസ്തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം. കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ പ്രക്രിയയാണ്. സപ്തധാതുമയമായ സ്ഥൂലദേഹമല്ല ഞാൻ. ഈ ശരീരം സപ്തധാതുമയം എന്നാണ്. 7 ധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ഫിസിക്കൽ ബോഡി. ത്വം മാംസരുധിര മേധോ മജ്ജാ സ്നായവോ അസ്ഥീനി. ഏഴെണ്ണാണ്. ഇതൊക്കെ ശുദ്ധാക്കണം എന്നാണ്. വിരജാഹോമം ചെയ്യും മന്ത്രം. ത്വം മാംസരുധിരമേധോ മജ്ജാ സ്നായവോ സ്ഥീനിമേ ശുദ്ധ്യന്താം. എങ്ങനെ ശുദ്ധാവും ഇതൊക്കെ ശുദ്ധാവോ? ജ്യോതിരഹം വിരജാ വിപാപ്മാ ഭൂയാസഗ്സ്വാഹ. ഞാൻ ജ്യോതിയാണ്, ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ ഇതൊക്കെ ശുദ്ധമായി. ത്വം മാംസരുധിരമേധോ മജ്ജാ സ്നായവഃ അസ്ഥീനിമേ ശുദ്ധ്യന്താം. അത് ശുദ്ധമാണെങ്കിൽ അതിൽ നിന്നും ദ മൊമെന്റ് അവർ ഐഡന്റിഫിക്കേഷൻ വിത്ഡ്രോസ് ഫ്രം ദോസ് 7 elements or 7 dhatus, that very moment it gets purified. ശരീരം ശുദ്ധമാവും എപ്പോ ശരീരത്തിൽ നിന്ന് വിഡ്രോ ആയ പിന്തിരിഞ്ഞാൽ. അല്ലാതെ ശരീരത്തിൽ നിന്ന് കുട്ടികളുടെ ശരീരം എന്തുകൊണ്ടാണ് ശുദ്ധം എന്ന് വെച്ചാൽ ശരീരം ഉണ്ടെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. കൊച്ചുകുട്ടികൾ ഇത്ര പ്യുവറായിട്ടിരിക്കാൻ കാരണം, ഇത്ര ബ്യൂട്ടി വരാൻ കാരണം അവർക്ക് ശരീരം അറിയില്ല. നമുക്ക് ശരീരം അറിയാം, കൈ, കാല്, എല്ലാ ഇന്ദ്രിയങ്ങളും. ഓരോ ഇന്ദ്രിയങ്ങൾ അറിയും തോറും ആ ഇന്ദ്രിയങ്ങൾ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ അവയർനെസ്. ദാറ്റ് വെരി മൊമെന്റ് ഇറ്റ് ബിക്കംസ് ഇംപ്യൂർ. അഭിമാനം കൊണ്ടാണ് ഇംപ്യൂരിറ്റി വരുന്നത്. അഭിമാനം അവിടുന്ന് വിഡ്രോ ആയാലോ ശുദ്ധമായി, നിർമ്മലമായി. അപ്പൊ സപ്തധാതുക്കൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ത്വക്ക്, മാംസം, രക്തം, മേധസ്, മജ്ജ,
എല്ല്, സ്നായുക്കള്, എല്ല്, ഇതൊക്കെ കൂടി ചേർന്ന് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാണ്. എന്ത് മിസ്ട്രി! പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ട്? ഈ 7 എണ്ണം ഓരോന്നും ഓരോരോ ബ്രഹ്മാണ്ടാണ്. ഈ സപ്തധാതുമയമായ സ്ഥൂലദേഹം ഞാനല്ല. ഞാൻ 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 എന്ന അനുഭവം ഈ ശരീരത്തിലല്ല ഉണ്ടാവണത്. ശരീരത്തിലെ എല്ലാ ധാതുവിനെയും എടുത്തു മാറ്റിയാലും കയ്യ് കാലം ഒക്കെ പിരിച്ചാലും ഞാൻ എന്ന അനുഭവം സ്വതന്ത്രമായിട്ടുണ്ട്. അല്ലേ? അഹമഹം എന്ന അനുഭവത്തിന് ദേഹത്തിനെ അറിയില്ല. അതിന് ദേഹം ആവശ്യമില്ല. ദേഹത്തിനോട് അതിനൊരു ഐഡന്റിഫിക്കേഷൻ, അഭിമാനം മാത്രമേ ഉള്ളൂ. കൈയില്ലെങ്കിലും അഹം എന്ന അനുഭവം പൂർണ്ണമായിട്ടുണ്ട്. 2 കൈയും വേണ്ട, 2 കാലും വേണ്ട, ഞാൻ എന്നുള്ള അനുഭവമുണ്ട്. എല്ലാ അംഗങ്ങളും പാർട്ട് പാർട്ടായിട്ട് എടുത്തു മാറ്റണം, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഞാൻ എന്നുള്ള അനുഭവത്തിന് ഒരു കുറവുമില്ല, അതേപോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു അംഗം വിച്ഛേദിച്ച ശേഷം ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോ എന്റെ ധ്യാനത്തില് ആ അംഗം പോയി എന്നുള്ള കുറവൊന്നും അറിയണില്ല. അഹം എന്ന അനുഭവം അതേപോലെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നുള്ള അനുഭവത്തിന് ഈ ശരീരം വേണമെന്നില്ല. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ എന്ന 5 വിഷയങ്ങൾ അറിയുന്ന ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ. ചെവിയിലൂടെ ശബ്ദം കേൾക്കണു. ശബ്ദം കേട്ടാലേ ഞാനുള്ളൂ എന്നുണ്ടോ? ഇല്ല, ഞാനുള്ളത് കൊണ്ടാണ് ശബ്ദം കേൾക്കണത്. ഞാനില്ലെങ്കിൽ എന്ത് പാട്ട് പാടിയാലും കേൾക്കില്ല. ഞാനുള്ളത് കൊണ്ടാണ് കണ്ണ് കാണുന്നത്, കണ്ണിലൂടെ വന്ന് കാണുന്നത്, പ്രാണൻ പുറത്തേക്ക് പോണത്. ശരിക്കും ഈ 5 ഇന്ദ്രിയങ്ങളും പ്രാണനാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാവിപാപ്മാ ഭൂയാസഗ്സ്വാ. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ എന്നുള്ള 5 ഇന്ദ്രിയങ്ങൾക്കും ജ്യോതി അഹമാണ്. അഹം എന്നുള്ള ജ്യോതിയാണ് കണ്ണിലൂടെ രൂപം. ആചാര്യസ്വാമി പറയണത്, കൂരിരുട്ടുള്ള ഒരു മുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് 5 ദ്വാരമുള്ള ഒരു കുടം കൊണ്ട് ആ വിളക്ക് കമിഴ്ത്തി മൂടിയാൽ 5 ദ്വാരങ്ങളിലൂടെയും വിളക്കിന്റെ വെളിച്ചം പുറത്തേക്ക് വരും. ഒരേ വിളക്കിന്റെ വെളിച്ചമാണ്. ഗാഢദ്വാന്ത ഗൃഹാന്തത ക്ഷിതിതലേ ദീപം നിധായോജ്വലം നാനാഛിദ്രം അധോമുഖം ച കലശം തസ്യോപരി സ്ഥാപയേത്. ആ ഛിദ്രത്തിന്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വരണ്ടല്ലോ, അതുപോലെ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാഭാസ്വരം. ഉള്ളിലുള്ള ദീപപ്രഭ ഉണ്ടല്ലോ, അത് കണ്ണിലൂടെ രൂപമായിട്ട് പുറത്തു വരണു, ചെവിയിലൂടെ ശബ്ദമായിട്ട് വരണു, മൂക്കിലൂടെ മണമായിട്ട് വരണു, നാവിലൂടെ രുചിയായിട്ട് വരണു, ത്വക്കിലൂടെ സ്പർശമായിട്ട് വരണു. ഇതിനൊക്കെ മൂലകാരണം ഒരേ വസ്തു. ആശ്ചര്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് കണ്ണിലൂടെ വന്ന രൂപം എങ്ങനെ ആയി മാറുന്നു, ചെവിയിലൂടെ രൂപമായിക്കൂടെ? അത് എന്ത് നിയമം വെച്ചുകൊണ്ടിരിക്കണോ സർവേശ്വരന് തന്നെ അറിയാം. ഏതോ ഒരു നിയമം, ഒരു നിയതി. കണ്ണിലൂടെ വന്നാൽ രൂപം കാണും, ചെവിയിലൂടെ വന്നാൽ ശബ്ദം കേൾക്കും, മൂക്കിലൂടെ വന്നാൽ മണക്കും, നാവിലൂടെ വന്നാൽ രുചിക്കും, ത്വക്കിലൂടെ വന്നാൽ സ്പർശിക്കും. അതെന്താ അങ്ങനെ എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് സയൻസ് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഉപനിഷത്ത് പറയാണ്, അന്തര്യാമിയായ ഭഗവാൻ തീരുമാനിച്ചു അത്ര, ഈ വഴിക്ക് പോയിട്ട് ഞാൻ വെളിച്ചമാവട്ടെ എന്ന്. ഒരു ഓട്ടം ഉണ്ടാക്കി പുറത്തേക്ക് പോയി എന്നാണ്. സൂര്യചന്ദ്രാദി ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആയിട്ട് മാറിയെന്നാണ്. ഈ വഴിക്ക് പോയി ഞാൻ ശബ്ദമാകട്ടെ എന്ന് തീരുമാനിച്ചു, ഇവിടെ ഒരു ഓട്ടം ഉണ്ടാക്കി പുറത്തു പോയിട്ട് ദിശകളൊക്കെ ആയിട്ട് മാറിയെന്നാണ്. ഈ വഴിക്ക് ഞാനൊന്ന് മണക്കട്ടെ എന്ന് തീരുമാനിച്ച, ഒരു ദ്വാരം ഉണ്ടാക്കി പുറത്തു വന്നു എന്നാണ്. അത്രയേ ഉള്ളൂ.
അവന്റെ സങ്കല്പമാണ്, പൂർവ്വസങ്കല്പമാണ്. തീരുമാനിക്കുകയാണ് ഇതാണ്. ആ ഒരു പ്രാവശ്യം സങ്കല്പിച്ചാൽ മതി, പിന്നെ ഒക്കെ നടക്കും. നമുക്കറിയില്ല ഈ സങ്കല്പത്തിന് ശരിക്കും. ആയുർവേദത്തിൽ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ചില മാറാത്ത വ്യാധികൾക്ക് കണ്ടവേര് പറിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട് അത്ര. അതായത് ചില വ്യാധികൾക്ക് വിധിച്ച മരുന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ടവേര് പറിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടെന്ന് പറയും. കണ്ടവേര് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വേരല്ല. മന്ത്രം ജപിച്ച് സങ്കല്പിച്ചുകൊണ്ട് ധന്വന്തരിയെ ധ്യാനിച്ചുകൊണ്ട് ഒരിടത്ത് നടക്കും. നടന്നിട്ട് കിട്ടിയ വേര് കൈ വെച്ചിട്ട് പറിച്ചെടുക്കും. എന്നിട്ട് ആ വ്യാധിക്ക് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ വ്യാധി ഗുണമാവും. ഗുണമായി കഴിഞ്ഞാൽ ആ വേര്, ആ ഏത് വേര് പറിച്ചെടുത്തു ആ ചെടി തീരുമാനിക്കും അത്രേ ഞാൻ ഇനി ഈ വ്യാധിക്ക് മരുന്നാണെന്ന്. ഇനിയിപ്പോ മന്ത്രം ജപിക്കുകയോ സങ്കല്പിക്കുകയോ ഒന്നും ആവശ്യമില്ല. ആരും അറിയാത്ത ആളും അത് പറിച്ചു കൊടുക്കാം എന്നാണ്. എവിടെ കിടക്കണമെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ട് സമ്പ്രദായം. അപ്പോ അട്ടെ, അപ്പൊ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ ഇതൊക്കെ തന്നെ ഒരേ ചൈതന്യമുള്ളത് കൊണ്ട് നടക്കണു. അതൊന്നും ഞാനല്ല. ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ സ്വതന്ത്രമായി ഞാനല്ല. ഇതൊന്നുമില്ലാത്ത സുഷുപ്തിയിൽ ഞാനുണ്ടല്ലോ. അതേപോലെ വചനം ഗമനം ദാനം മലവിസർജനം ആനന്ദിക്കൽ എന്ന 5 പ്രവൃത്തികളും ചെയ്യുന്ന വാക്ക് പാദം പാണി പായു ഉപസ്ഥം എന്ന 5 ഇന്ദ്രിയങ്ങൾ ഞാനല്ല. വചനം ചെയ്യുന്നു വാക്ക്, നടക്കുന്നു പാദം, ദാനം ചെയ്യുന്നു പാണി, മലവിസർജനം ചെയ്യുന്നു പായു, വിഷയസുഖം അനുഭവിക്കുന്നു ഉപസ്ഥം. ഈ 5 ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയ പഞ്ചകം. ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞത്. ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങൾ പറഞ്ഞു, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ. ഇതൊക്കെ ഉള്ളിലുള്ള ജീവന്റെ സൂക്ഷ്മമണ്ഡലത്തിലുള്ള അഭിമാനങ്ങളാണ്. ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. വിസ്മയമായിട്ട് ഈ ശാസ്ത്രം വെച്ചുകൊണ്ട് ആ കുട്ടിയെ നോക്കണം. ആ കുട്ടി ആദ്യം ഒരു ലൈറ്റ് മാത്രമാണ്. ഈ ലോകത്തിൽ വരുമ്പോൾ ഒരു ജ്യോതി മാത്രമാണ്. അത് കാണില്ല, അത് കേൾക്കില്ല, അത് മണക്കില്ല, അത് രുചിക്കില്ല, അത് സ്പർശിക്കില്ല, ഒന്നും വരില്ല. ഒരു ജ്യോതിയായിട്ട് അങ്ങനെ വരികയാണ്. പതുക്കെ പതുക്കെ പതുക്കെയാണ് ആ കുട്ടി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും അല്ലേ. ചിലപ്പോ മെഴി ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ആദ്യം ഞാൻ കാണട്ടെ എന്ന് തീരുമാനിച്ചിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. ഓരോ വസ്തുവിനെയൊക്കെ ഇങ്ങനെ നോക്കും. അതെന്ത് കാണണോ നമുക്ക് വല്ലതൊക്കെ തിരിച്ചുപോയി കണ്ടുപിടിക്കാൻ പറ്റുമോ? ആളുകൾ പൂർവ്വജന്മമൊക്കെ എന്താണെന്ന് ചോദിക്കുന്നു. ഈ ജന്മത്തിലെ പിന്നാലുള്ള കാര്യമൊന്നും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ണിങ്ങനെ നോക്കി പെരട്ടി പെരട്ടി കണ്ണുകൊണ്ട് ഇങ്ങനെ അവസാനം കണ്ടു. ഒരു വസ്തു കണ്ട് ഒരു കിലുകിലുകിലുകിലെന്ന് കാണിച്ച് നോക്കി. അപ്പോ ഈ കണ്ണ് ഞാനാണ് തീരുമാനിക്കണത് ഫസ്റ്റായിട്ട്. പിന്നെ ശബ്ദം ആ ഊ എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുകളൊക്കെ ഉച്ചരിച്ച് അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ചെവി അങ്ങോട്ട് തുറന്നു. മണക്ക അവസാനാണ് വരിക. അത് എന്നുവെച്ചാൽ പൃഥ്വിയുടെ ഗന്ധാണ്. മൃഗങ്ങൾക്കൊക്കെ അത് വളരെ ബലം വേണം. നമുക്ക് വളരെ കുറവാണല്ലോ മണം. സ്പർശിക്കുക, ആ സ്പർശത്തിന്റെ തന്നെ മുഴുവൻ ഇഫക്റ്റ് എത്രയോ കാലത്തിന് ശേഷമാണ് വരുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളും ഐഡന്റിഫൈ ചെയ്തു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ. നമ്മൾ കുട്ടികളെ നടക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറയണം. അതൊക്കെ വെറുതെയാണ്. നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പശുക്കുട്ടിയാണെങ്കിൽ അപ്പ തന്നെ എഴുന്നേറ്റ് നിൽക്കും അല്ലേ. മനുഷ്യക്കുട്ടിയാവുമ്പോ കുറച്ച് കുറച്ച് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എന്റെ ഉള്ളിൽ ആ പ്രജാപതി ചെയ്ത കാര്യം തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യും. ഞാൻ നടക്കട്ടെ എന്ന് തീരുമാനിക്കുമ്പോ പതുക്കെ കർമ്മേന്ദ്രിയത്തിനോട് അഹമസ്മി എന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ കാല് പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിൽക്കും. ദാനം, ഈ കൈ, അതാണ് കർമ്മേതി ഹസ്തയോഹോ ഗതിരിതി പാദയോഹോ വിമുക്തിരിതി പായൗ ഇതി മാനുഷീ സമാജ്ഞ. കർമ്മമായിട്ട് കയ്യിലും നടക്കുന്നതായിട്ട് പാദത്തിലും വിസർജനമായിട്ട് പായുവിലും ഒക്കെ സ്വയം അങ്ങോട്ട് അഭിമാനിച്ച് ഇരിക്കുകയാണ്.
ഇരുന്ന് കഴിയുമ്പോഴാണ് ശരീരത്തില് ഞാൻ എന്ന് പറഞ്ഞു വരുന്നത്. കുട്ടികളിൽ കാണണം. ആ ക്രിയേഷൻ മുഴുവനും ആ കൊച്ചുകുട്ടിയിൽ നിങ്ങൾക്ക് കാണാം. ഒരു ബീജത്തിൽ ചെറിയ ഒരു തുള്ളിയിൽ തുടങ്ങിയിട്ട് അതങ്ങടെ വളർന്നു വലുതായി കയ്യും കാലും കണ്ണും മൂക്കും തലയും മനസ്സും ഒക്കെ ആയി വലുതായി. ഇതൊക്കെ പ്രാണനാണ്. പ്രാണനാണ് ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആയിട്ട് മാറിയിട്ട് ഓരോന്നായി പെരുത്ത് നിന്നിട്ട് വെളിയിലുള്ള വസ്തുക്കളെ തിന്നാൻ തുടങ്ങും. തിന്നാൻ തുടങ്ങുന്നതോടും തടിച്ച് കൊഴുത്ത് അശുദ്ധമായി കളങ്കപ്പെട്ടു നടക്കാൻ വയ്യാതെ ഓന്നായി അവസാനം മരിക്കണ ഘട്ടമാവും. പ്രാണം പോയി. അതാണ് പ്രജാപതിക്ക് ഇതുപോലെ ആയി എന്നാണ് ബൃഹദാരണ്യകോപനിഷത്ത് പറയണത്. അങ്ങനെയാണ്. ശുദ്ധമായിട്ടുള്ള വസ്തു ഇന്ദ്രിയങ്ങളെയും ഒക്കെ ക്രമിച്ച് വെളിയിലുള്ളതൊക്കെ തിന്ന് പ്രാണൻ പെരുത്തു അശുദ്ധമായി. അപ്പോ പ്രജാപതി തീരുമാനിക്കുകയാണ് ഞാൻ പ്രാണനെ വീണ്ടും വിശുദ്ധമാക്കണമെന്ന്. എങ്ങനെ പ്രാണനെ വിശുദ്ധാക്കും? ഉദ്ഗീതം ചെയ്യട്ടെ എന്നാണ്. ഉദ്ഗീതം എന്ന് വെച്ചാൽ ഉപാസന. ഒരു ഉപാസന, പ്രണവോപാസന, ജപം, ധ്യാനം ഒക്കെ. ആ ഉദ്ഗീതം പലതുകൊണ്ട് ചെയ്തു നോക്കി അവസാനം മുഖ്യപ്രാണനെ പിടിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും ശുദ്ധാവണത്. അതൊക്കെ വേറെ വിഷയം. നമുക്കിപ്പോ അവിടെ വിഷയമില്ലാതെ. അപ്പോ വീണ്ടും സൃഷ്ടിന്ന് ബാക്കിൽ പോവാണത്. അപ്പോ ശ്വസനാദി പഞ്ചപ്രവർത്തികളും നടത്തുന്ന പ്രാണാദി പഞ്ചവായുക്കളും ഞാനല്ല. പ്രാണാപാനവ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനം. 5 വായുണ്ട്. ഒറ്റ വായു തന്നെ. ഹൃദി പ്രാണോ ഗുദേപാന സമാനോ നാഭിമണ്ഡലേ ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക. ഒരേ വായു, ഒരേ എനർജി, വൈറ്റൽ എനർജി ശരീരത്തില് പല മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് പല പ്രവൃത്തികളും ചെയ്യാണ്. പ്രാണോപാസനയാണ് ആദ്യം. ബ്രഹ്മവിദ്യയ്ക്ക് മുമ്പ് പ്രാണോപാസനയാണ്. അതായത് കണ്ണുകൊണ്ട് കാണുന്നത് പ്രാണനാണ്, അതിനെ ശുദ്ധമാക്കണം. ചെവി കൊണ്ട് കേൾക്കുന്നത് പ്രാണനാണ്, പ്രാണായാമം അല്ല ഈ പ്രാണോപാസന എന്ന് പറഞ്ഞാൽ. പ്രാണായാമം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് പോകുന്ന ബ്രീത്തിനെ പിടിച്ചടക്കി നമ്മളുടെ ഇച്ഛയ്ക്ക് വരുതിക്ക് കൊണ്ടുവരലല്ല. അതുപോലും ഒരു അറിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ അന്തര്യാമിയായ ഭഗവാൻ ഒരു താളത്തിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ രീതിയിൽ അതിനെ ഒരു താളത്തിൽ നമ്മളാക്കാൻ പാടില്ല. പതുക്കെ പതുക്കെ ഉള്ളിന്ന് ശരിയാക്കണം. അതാണ് ശരിയായ പ്രാണായാമം എന്നാണ്. ഉള്ളിന്ന് എങ്ങനെ ശരിയാക്കും? പ്രാണന്റെ എല്ലാ പ്രവർത്തികളെയും ശുദ്ധാക്കണം. ആഹാരത്തിന്, വിഹാരത്തിന്, ഇന്ദ്രിയ പ്രവൃത്തികളെ എല്ലാത്തിനെയും ഇപ്പൊ പറഞ്ഞല്ലോ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഇതൊക്കെ ശരിയാവുമ്പോ ആ പ്രാണന്റെ ചലനം, ആ പ്രാണാദി പഞ്ചവായുക്കളും ഞാനല്ല. വിചാരിക്കുന്ന മനസ്സും ഞാനല്ല. സങ്കല്പ വികല്പം ചെയ്ത മൈൻഡ് ഉണ്ടല്ലോ, തോട്ട്സ്, ആ മനസ്സും ഞാനല്ല. പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്, മനസ്സിന്റെ സ്ഥൂല രൂപമാണ് പ്രാണൻ. പ്രജാപതി സങ്കല്പിച്ചപ്പോ മനസ്സായി, മനസ്സ് തന്നെ പ്രാണനായിട്ട് തീർന്നു, പ്രാണൻ തന്നെ ഇന്ദ്രിയങ്ങളായിട്ട് തീർന്നു, ഇന്ദ്രിയങ്ങൾ തന്നെ വിഷയങ്ങളെ ഉണ്ടാക്കി, വിഷയങ്ങളെ ഭുജിച്ചു, തടിച്ചു കൊഴുത്തു. അപ്പൊ പ്രാണൻ പോയി ലയിക്കണതോ ചിത്തവൃത്തികളിലാണ്. ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ അല്ലേ? സ്വപ്നത്തില് കണ്ണില്ലാതെ കാണും, ചെവിയില്ലാതെ കേൾക്കും, മൂക്കില്ലാതെ മണക്കും, നാവില്ലാതെ രുചിക്കും, ത്വക്കില്ലാതെ സ്പർശിക്കും. എങ്ങനെ? ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഗുഹ്യമായി മനസ്സിലുണ്ട്. പ്രാണപ്രവൃത്തികളൊക്കെ സ്വപ്നത്തിൽ നടക്കും, മനസ്സിലുണ്ട്. വിശപ്പ്, ദാഹം ഒക്കെ സ്വപ്നത്തിലുണ്ടാവും, മനസ്സിലുണ്ട്. ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സും എന്റെ ഉണ്മയായ സ്വരൂപമല്ല. ശരി, ആ മനസ്സും അങ്ങോട്ട് ലയിച്ചു, ഒരു ആവരണം മാത്രം. അതാണ് സുഷുപ്തിയില് ആത്മജ്ഞാനമുണ്ടാവാതെ മറച്ചു കളയണത് ബുദ്ധിയെ. എഴുന്നേറ്റിട്ടും ഒന്നും അറിയാൻ സമ്മതിക്കാത്തത്.
അതാണ് നേച്ചർ എന്ന് പറയണത്. പ്രകൃതി. നമ്മളിനിപ്പോ ഭഗവത്ഗീതയിൽ കാണാൻ പോകുന്നു. സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, ആ സ്വഭാവം. അതാണ് നമ്മള് പൊതുവെ പറയുന്ന ശ്ലോകം. കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാ ആത്മനാവാ പ്രകൃതേഹേ സ്വഭാവാത്. ഈ പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട്, പ്രകൃതേഹേ സ്വഭാവാത് കായേന, പ്രകൃതേഹേ സ്വഭാവാത് വാച, പ്രകൃതേഹേ സ്വഭാവാത് മനസ, പ്രകൃതേഹേ സ്വഭാവാത് ഇന്ദ്രിയൈഹി, പ്രകൃതേഹേ സ്വഭാവാത് ബുദ്ധ്യ. ഓരോരുത്തരുടെയും പ്രകൃതിക്കനുസരിച്ചാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ പ്രകൃതി ഉണ്ടല്ലോ, മൂല കാരണം, ആവരണം, സ്വഭാവം, ആ പ്രകൃതിയാണ് ഇവിടെ ഭഗവാൻ അജ്ഞാനം എന്ന് പറഞ്ഞത്. വേര് അവിടെ ചെന്നൊക്കെ മറിഞ്ഞ് ഒരു ഏകപിണ്ഡമായിട്ട് ഇരുള് മാത്രമായിട്ട് ഇരുന്നു. ഒന്നും അറിഞ്ഞില്ല, എനിക്കൊന്നും അറിയണില്ല. നമ്മളുടെ പല ധ്യാനവും ഒക്കെ ഈ പ്രകൃതി വരെയേ ഉള്ളൂ. ആ പ്രകൃതിയിൽ പോയിട്ട് ഇരുന്നിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ധ്യാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല. നമ്മളുടെ ഇപ്പോഴത്തെ വിചാരം എന്താന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കൂ നിങ്ങൾ. സുഷുപ്തി പോലെ തന്നെ ആത്മജ്ഞാനം ഇല്ലെങ്കിൽ, വൃത്തിജ്ഞാനമില്ലെങ്കിൽ നിശ്ചലത സ്വാനുഭവത്തിനെ കൊടുക്കില്ല എന്നാണ്. ഉള്ളതിനെ ശ്രദ്ധിച്ചറിയണം. വേദാന്ത ശ്രവണം വേണം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആ ചിദനുഭവം വരണം. അല്ലാതെ മനസ്സിനെ നിശ്ചലമാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല. അത് അവിടെയാണ് യോഗികൾക്കും വേദാന്തികൾക്കും അഭിപ്രായ വ്യത്യാസം. മനസ്സിനെ നിശ്ചലമാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്ന്. അത് ലയം. കുറച്ചുനേരം ലയിച്ചു നിൽക്കും, പിന്നെയും ചലിക്കും. കുറച്ചുനേരം സുഖമായിട്ടിരുന്നു, ഫ്രഷായി, ഇനി വീണ്ടും പഴയ തോന്നിയവാസങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ബോധിക്കില്ല. പ്രാക്ടിക്കലി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. 10-19 വർഷം 8-10 മണിക്കൂറൊക്കെ അങ്ങനെ കണ്ണടച്ചിരുന്ന ആളുകൾ നമ്മൾ വിചാരിക്കുക അവർ മഹായോഗികളാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് അവർ ചെയ്യണ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പല ജ്ഞാനികളും, രമണ ഭഗവാൻ 15 മിനിറ്റല്ലേ ശരീരം മരിച്ചു, ഈ ശരീരം ഞാനല്ല, പിന്നെ ഞാൻ ആരാ, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ ശരീരമല്ല, ശരീരത്തിൽ നിന്നും അന്യമായി മറ്റൊന്ന് അഹം 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 എന്ന് സ്ഫുരിക്കുന്നത് അറിഞ്ഞു, അതാണ് ഞാൻ ഉറച്ചു. അത്ര കഴിഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു, ഹേ രാമ, തത്വാത്മബോധയേവൈഹ സർവാശാ തൃണപാവക പ്രോക്ത സമാധിശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതി. ജഡം പോലെ ഇരുന്നത് കൊണ്ട് അതിന് സമാധി എന്ന് പേരില്ല രാമ, തത്വജ്ഞാനമാണ് സമാധി. നിരന്തര സഹജസമാധി. എപ്പോഴും നിങ്ങൾ ആ സ്ഥിതിയിലാണ്. അതിന് മനസ്സൊന്നും വേണ്ട എന്നാണ്. ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും വേണ്ട അതിന്. അത് നാച്ചുറലാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ രീതിയിലല്ല, അത് എപ്പോഴും നിത്യനിരന്തരമുള്ള സത്യാനുഭവമാണ്. സഹജ നിർവികൽപ്പ ബോധമാണത്. സഹജ നിർവികൽപ്പ യോഗമല്ല, സഹജ നിർവികൽപ്പ ബോധ. അത് ഒരിക്കൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ മറന്നേ പോല. ഇതെങ്ങനെ ഉണ്ടാവും എന്ന് പിന്നെ ചോദിക്കും നമ്മള്. ഇങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഉള്ളിൽ പോട്ടെ. ആ ഭ്രമങ്ങള്, ഇല്യൂഷൻസ് ഒക്കെ ഉള്ളിന്ന് പോണം. അങ്ങനെ ഇങ്ങനെ ഇരുന്നാലേ നടക്കുള്ളൂ. അവിടെ പോയി ഇരിക്കണം, ഇവിടെ ഇരിക്കണം, ഗുഹയുടെ ഉള്ളിലിരിക്കണം, അഗ്നിയുടെ നടുവിലിരിക്കണം. എത്ര കുത്രവാഭിഭവത്തോ. ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ എന്തിനാ പോയിരിക്കണമെന്ന്. ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് സത്യം. അതിനെ അവിടെ ഇവിടെ എവിടെ പോയി തിരയണോ, അന്വേഷിക്കണോ? നിങ്ങളുടെ പ്രാരബ്ധം എവിടെ ഇട്ടിരിക്കണോ അതിന്റെ നടുക്കിരുന്നു കൊണ്ട് ആത്മവിചാരം ചെയ്യണം. നിങ്ങൾ എവിടെ പോയാലും ആത്മവിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ചെയ്യാതെ പറ്റില്ല.
പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ചെയ്താ എന്താ? ജനകൻ രാജ്യസഭയിലിരുന്ന് ജ്ഞാനിയായിരുന്നില്ലേ? അതുകൊണ്ട് എല്ലാരും ജനകനാവണമെന്നല്ല, സാധ്യമാണെന്നാണ്. രാജാവായിരുന്നുകൊണ്ട് ജ്ഞാനനിഷ്ഠനായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ അവരവരുടെ വ്യവഹാരങ്ങളിൽ ഇരുന്നു കൊണ്ട് അവര് ഈ ജ്ഞാനത്തിനെ സമ്പാദിച്ചു. എങ്ങനെയാ അത് സമ്പാദിച്ചത്? ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇതൊന്നും ഞാനല്ല 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 എന്ന് തള്ളിയാൽ തള്ളാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ് വരും. അവസാനം ഈ ആവരണം ശൂന്യം വരുമ്പോഴും അതും ധാര അനുഭവിക്കണം, ഇതും ഞാനല്ല. ഇതിനും പുറകില് സാക്ഷിയായി നിൽക്കുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവ് അറിവ് എന്നുവെച്ചാൽ ജ്ഞപ്തി, ഈ അജ്ഞാനത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അറിവ്, ഇരുളിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതി. ആ ജ്യോതി, ആ അറിവുണ്ടല്ലോ, അറിവാകുന്നു നമ്മുടെ സ്വരൂപം എന്ന് പറഞ്ഞാണ് ഭഗവാൻ അവിടെ നിർത്തുന്നത്. അപ്പൊ അടുത്ത ചോദ്യം വന്നു, അറിവിന്റെ സ്വരൂപം എന്ത്? അറിവെന്ന് പറഞ്ഞല്ലോ, ഈ അറിവ് എന്താണ്? സച്ചിദാനന്ദം. അറിവിന്റെ സ്വരൂപം സച്ചിദാനന്ദം. സച്ചിദാനന്ദം എന്ന് വെച്ചാൽ എന്താ? ഉണ്ട് എന്നുള്ള അനുഭവം പ്രകാശിക്കണു, അതിൽ പരമപ്രീതി, ആനന്ദം, നിറവ്, തികവ് ഉണ്ട്. ഉണ്ട്, അതാണ് സത്. നാസത്തോ വിദ്യത്തെ ഭാവഃ ന അഭാവോ വിദ്യത്തെ സതഃ. ഉള്ളതൊരിക്കലും അറിയില്ല. അപ്പൊ സത് എന്ന് വെച്ചാൽ ഇരുപ്പ്, ഉണർവ്, എക്സിസ്റ്റൻസ്. ചിത് ആനന്ദം, ഉണ്മ, ഉണർവ്, പ്രിയം. അഹം എന്നുള്ളത് ഉണ്മയാണ്, ഇരുപ്പ്, ഉള്ളതിന്റെ തന്മയാണ് ഉണ്മ എന്ന് പറയുന്നത്. ഉണ്ട്, അഹമസ്മി. ഒരു പുറമേ നിന്നൊന്നും ഒരു സഹായവുമില്ലാതെ പ്രകാശിക്കുന്നത് അത് മാത്രമാണ്. ഇപ്പോ ഇവിടെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ തള്ളിയ സാധനങ്ങളൊക്കെ തന്നെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ശരീരം ഞാനല്ല, ഇന്ദ്രിയം വെറുതെ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധ സംസ്കാരം ബുദ്ധിയിൽ നിൽക്കും. ആ നിഷേധിക്കുന്ന ഹാബിറ്റ് ഫോം ആവും. അതും പാടില്ല എന്നാണ്. പലപ്പോഴും നിഷേധിച്ചു കഴിഞ്ഞ ആളുകൾക്ക് നിഷേധം ഒന്ന് കുറ്റം പറഞ്ഞ ലോകം നശ്വരമാണ്, അതൊരു പഴക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നശ്വരമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് പിന്നെ ആനന്ദിക്കാൻ പറ്റില്ല. ഒക്കെ ശൂന്യമാണ്, എപ്പോഴും ശൂന്യം പറഞ്ഞുകൊണ്ടിരിക്കും. ശൂന്യമെന്ന് തള്ളിയിട്ട് ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തി. ആനന്ദം എന്ന് പറയാൻ കഴിയണ്ടേ? ശൂന്യം എന്നറിയാനാണോ അപ്പൊ ഈ വേദാന്ത വിചാരം തുടങ്ങിയത്? ഇതിനേക്കാളും പഴയ ലൗകികത്തിൽ തന്നെ ജീവിക്കായിരുന്നല്ലോ. ഒക്കെ ശൂന്യം, ഒന്നുമില്ല, ഒക്കെ നശ്വരം എന്ന് പറയുമ്പോ ഈ വേദാന്തത്തിലേക്ക് വരണോ? ഇതൊക്കെ നശ്വരമാണോ, ഒക്കെ അനിത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ വന്നത്? അല്ലപ്പാ, അത് ഒരു സൈഡ് മാത്രമാണ്. ഇവിടെ മുഴുവൻ ആനന്ദമാണെന്ന് അറിയാനാണത്. അല്ലാതെ ഒക്കെ ശൂന്യം എന്ന് പറയാനല്ല. തള്ളിയിട്ട് പിന്നെ കൊള്ളാൻ കഴിയണമെങ്കിൽ തള്ളിയതിന്റെ സംസ്കാരം ഒരുപാട് നിർത്താൻ പാടില്ല. അതാണ് സച്ചിദാനന്ദം എന്ന് അവസാനിപ്പിച്ചത്. സത്ത് ചിത്ത് ആനന്ദം. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ. ഈ താപത്രയങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ പ്രകൃതിയിലുണ്ട്. അതിനെ എങ്ങനെ വിനാശം ചെയ്യും? ഒക്കെ തള്ളിയിട്ട് ഉള്ള വസ്തുവിൽ പോയി നിന്നാൽ സച്ചിദാനന്ദം. അതോ അതിലാണ് ജന്മാദ്യസ്യ യതഃ വിശ്വോത്പത്യാദി ഹേതവേ. അതിലാണ് എല്ലാം പൊന്തി നിന്ന് അസ്തമിക്കുന്നത്. ആ സച്ചിദാനന്ദമാണ് നമ്മളുടെ സ്വരൂപം എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതാണ് ഉള്ളത്. അതാവട്ടെ സദാ പ്രകാശിക്കണം. ഇനിയിപ്പോ അതിനെ മറന്നുപോകാനൊന്നും പറ്റില്ല. വളരെ ആശ്ചര്യതാണ്. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ. നിങ്ങളുടെ മനസ്സ് നിശ്ചലമായിട്ടിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് ചിന്തിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് വിഷ്ണുവിനെ ധ്യാനിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് കണക്ക് നോക്കട്ടെ, നിങ്ങളുടെ മനസ്സ് മകളുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വ്യാകുലമാവട്ടെ, നിങ്ങളുടെ മനസ്സ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കുറിച്ച് ചീത്ത പറയട്ടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും സിനിമയിൽ വയലൻസ് വന്നാലും ശരി, സിനിമയിൽ നല്ല പാട്ട് കച്ചേരി നടന്നാലും ശരി, സിനിമയിൽ ഭക്തി വന്നാലും ശരി, സ്ക്രീനിന് ഒരു മാറ്റവും ഇല്ലാത്തതുപോലെ ഇത് അറിഞ്ഞു കഴിഞ്ഞ ആൾക്കറിയാം സത്താചിത് സുഖരൂപമസ്തി സതതം. നാഹം നശത്വം മൃഷാനേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോഃ. സത്താചിത് സുഖരൂപമസ്തി സതതം. എപ്പോഴും ആ സത്താചിത് സുഖരൂപമസ്തി അസ്തി സതതം. സച്ചിദാനന്ദമാണ് സത്താചിത് സുഖം എന്ന് പറഞ്ഞത്. അഹമസ്മി എന്നുള്ള അനുഭവം സച്ചിദാനന്ദമായി, ഉണർവ് മാത്രമായി, ആനന്ദമാത്രമായി സദാ പ്രകാശിക്കുന്നു. നിത്യനിരന്തരം ആ അനുഭവം ആനന്ദം പ്രകാശിക്കണം. സച്ചിദാനന്ദം അത് പ്രകൃതി സംബന്ധമില്ലാത്ത അനുഭവമായതുകൊണ്ട് പ്രകൃതിയുടെ ദോഷങ്ങളൊന്നും തന്നെ അതിനെ ബാധിക്കില്ല. ശരീരത്തിന് വ്യാധി വന്നു, വിഷമങ്ങളൊക്കെ വന്നു, ഒക്കെ വരുമ്പോഴും ആട്ടെ, വന്നോട്ടെ. ശരീരം തളർന്നു, അപ്പോഴും ആവട്ടെ. ശരീരം പല വിഷമങ്ങൾ കൊണ്ട് വിഷമിക്കുമ്പോഴും ഈ സച്ചിദാനന്ദം മറയാതെ, അപ്പോഴാണ് അതിന് സച്ചിദാനന്ദം എന്ന് പേര്. അല്ലെങ്കിൽ അതിന് സത്ത് എന്ന് പേരില്ലല്ലോ. ഒരു മൂഡ് ഓഫ് ആയാൽ എന്റെ ആത്മജ്ഞാനം പോയി പോവുകയാണെങ്കിൽ അത് ആത്മജ്ഞാനമല്ല. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അത് ഇംപ്രൂവ് ആയെങ്കിൽ അത് ആത്മജ്ഞാനമല്ല, അത് യോഗാനുഭവം മാത്രമാണ്. ഞാൻ 2 ദിവസം മെഡിറ്റേഷൻ ചെയ്യാത്തത് കൊണ്ട് എന്റെ ആത്മജ്ഞാനം പോയെങ്കിൽ അത് ആത്മജ്ഞാനമല്ല, അത് യോഗാനുഭവമാണ്. പക്ഷെ അതിനർത്ഥം മെഡിറ്റേഷൻ വേണ്ടാന്നോ നിത്യാനുഷ്ഠാനം വേണ്ടാന്നോ അല്ല, അതൊക്കെ വേണം. അതൊക്കെ നിത്യാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ശരീരത്തിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് വെക്കണോ അതുപോലെ മനസ്സിനെയും ബുദ്ധിയും ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കണം, ശാന്തമായിട്ട് വെക്കണം. അപ്പോഴേ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമാണ്, അതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരിക്കൽ കിട്ടിപ്പോയ ആത്മജ്ഞാനം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ന കർമ്മണ വർദ്ധതേ നോ കനീയാന്. അയാൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് അത് ഇത്തിരി ആഡ് ചെയ്യാനോ അതിൽ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല, അതിൽ നിന്ന് മൈനസ് ചെയ്യാനൊന്നും പറ്റില്ല. അത് പൂർണ്ണമാണ്. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. അത് എന്തെടുത്താലും പൂർണ്ണമാണ്. സച്ചിദാനന്ദം സ്വരൂപത്തിന്റെ സ്വഭാവം എന്താണ്? സച്ചിദാനന്ദം എന്ന് ഭഗവാൻ. ആ സച്ചിദാനന്ദമാണ് രമണ ഭഗവാൻ. സദാ അത് തന്നെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിച്ച് ആരെന്തെങ്കിലും വന്നാലും അനങ്ങാതെ അങ്ങനെ ഇരുന്ന് അഭ്യസിപ്പിച്ച് ഒപ്പിച്ചതാണോ? അവിടെയാണ് ഭഗവാന്റെ ലൈഫിന്റെ ഒരു ബലേ. എന്തെങ്കിലുമൊക്കെ ഉപനിഷത്തൊക്കെ പഠിച്ച് വേദാന്തമൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ എന്തു വന്നാലും ചലിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ആ ജ്ഞാനത്തിനെ ബലമായി പിടിച്ചുകൊണ്ട് നിന്നതാണോ? അല്ല. താൻ അങ്ങനെ ആയി തീർന്ന ശേഷം ശാസ്ത്രങ്ങളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഇത് നമ്മുടെ കഥയാണല്ലോ എന്ന് നോക്കുകയാണ്. അത് സ്വതസിദ്ധം അല്ലേ? ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി 17 വയസ്സില് പൂർവസംസ്കാര ബലം കൊണ്ട് അവിടെ വന്ന് നിന്നു. താൻ അതായിട്ട് ഇരുന്നു. 54 വർഷം, 54 years. There was no change in that state. The body changed, situations changed, everything changed. ആളുകൾ സ്തുതിച്ചു, നിന്ദിച്ചു, കല്ലെടുത്തെറിഞ്ഞു, വിഷം കൊടുത്തു. പ്രഹ്ലാദന്റെ കഥയൊക്കെ പറയണു. അതൊക്കെ അതുപോലെ തന്നെ. പച്ചമുളകരച്ച് തേച്ചു, ആളുകൾ നമസ്കരിച്ചു, പരമേശ്വരനാണെന്ന് പറഞ്ഞു.
അരുണാചലേശ്വരനെ വന്ന് സ്തുതിച്ചു. അങ്ങനെ ഒരു കഥയുണ്ട്, അത് നമുക്കറിയില്ല. അരുണാചലേശ്വരനെ വന്ന് സ്തുതിച്ചു എന്നാണ്. അരുണാചലേശ്വരനെ വന്ന് എഴുതിയതാണെന്നാണ് പറയുക സ്തുതി പഞ്ചകമെന്ന് ആദ്യത്തെ കൃതി. അത് മുരുകനാഥ സ്വാമി പറയും, ഈ കുട്ടിയെ അരുണാചലേശ്വരന് ആഗ്രഹം വന്നു അത്ര, ഒരു ജ്ഞാനി തന്നെ സ്തുതിക്കൊണ്ട് പാടണം എന്ന് വന്നു. അപ്പോഴാണ് ഈ മധുരയിൽ നിന്ന് ഈ കുട്ടിയെ പിടിച്ചോണ്ട് വന്ന് വെച്ചത്. ഒരു അനക്കൂല്ലേ, പാടിയിട്ട് വേണ്ടേ, വായേ തുറക്കണില്ല. ബാക്കി മഹാത്മാക്കളൊക്കെ ഭഗവാൻ അരുൾ ചെയ്താൽ കൃപ ചെയ്താൽ പാടും. ഇത് പാടുന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ച വായ തുറക്കണില്ല, മിണ്ടണില്ല. അമ്മാ അതിശയം അചലവും നാണ ചുമ്മാ ഇരുന്നതോർ സ്വരൂപം പോലും. മുരുകനാഥ സ്വാമി പറഞ്ഞു, ആ മലയ്ക്ക് ലജ്ജ വന്നുപോയി എന്നാണ്, നാണം വന്നുപോയി അത്രേ. ഞാനെങ്കിൽ ഇത്തിരി ഒന്ന് ചലിച്ചു പോയത്, ഒരു ചലനമില്ല. അമ്മാ അതിശയം അചലവും നാണ ചുമ്മാ ഇരുന്നതോർ സ്വരൂപം പോലും. അപ്പോഴാണ് ഒരു സിദ്ധപുരുഷൻ വരുന്നത് വിരൂപാക്ഷ ഗുഹയിൽ. അപ്പോഴാണ് 5 കൃതികള് ഭഗവാന്റെ മേലെ പാടി ആദ്യം. പിന്നെയാണ് അരുണാചല അക്ഷരമണമാലയൊക്കെ വരുന്നത്. ആദ്യം 5 കൃതികൾ ഭഗവാന്റെ മേലെ പാടി. പൊന്നൊളിർ വടിവിനാനേ പൂരണവദനത്താനേ തന്നറും സ്വാനുഭൂതി ധരയലാം മണക്കയേഴை உன்னரும் புகழை கேட்டு உலகெல்லாம் தேடி வந்தேன் என்னருள் இறையே ஞான ரமணனே ஜோதிக்குன்றே ஜோதியே வடிவாய் நின்ற சோணமா சைலம் தன்னில் வேதிய உருவினோடு விருபாட்ச குகையில் மேவும் ആദിയേ അനാദി വൈപ്പേൻ. കൃതി ഭാവനാതീത മൗന പരമ്പൊരുൾ ഉരുവിനാനേ. ഭാവനാതീത മൗന പരമ്പൊരുൾ ഉരു. 5 ദിവസം പാടി അദ്ദേഹം മറന്നുപോയി. എവിടുന്ന് വന്നു എന്ന് പറഞ്ഞില്ല, എവിടെ പോയി എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരാൾ വന്ന് പാടിയിട്ട് പോയി 5 കൃതികൾ. അപ്പോഴും അതേ മഹർഷി തന്നെ. ആശ്രമം എനിക്ക് വേണമെന്ന് പറഞ്ഞ ഒരാൾ കേസൊക്കെ കൊടുത്തു. ആരോ കെട്ടിയ ആശ്രമം തന്റെ ആശ്രമമാണെന്ന് ധരിച്ചിട്ടില്ല. അപ്പോ ആശ്രമത്തിൽ താൻ അധികാരിയുമല്ല, താൻ ഒന്നുമല്ല. എല്ലാവരുടെ കൂടെ പോയി ഊണ് കഴിക്കും, നടുവിലിരിക്കും, പോകും. ആ കേസും കൂട്ടവും നടക്കുമ്പോഴും അതേ ആള് തന്നെ. ലോകം മുഴുവൻ ആരാധിച്ചു, അപ്പോഴും അതേപോലെ തന്നെ. ക്യാൻസർ വന്നു, അപ്പോഴും അതേപോലെ തന്നെ. സർവതോ ഭദ്രമാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനമല്ലാതെ സർവതോ ഭദ്രമായി സെക്യൂരിറ്റി, നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ പലതും ചെയ്യുന്നത്. ജ്ഞാനത്തിലല്ലാതെ വേറെ എവിടെയും സെക്യൂരിറ്റി ഇല്ല. ബാക്കി സെക്യൂരിറ്റി ഒക്കെ പ്രകൃതി എടുത്തോണ്ട് പോകും. കുറച്ച് ദിവസത്തേക്ക് സെക്യൂരിറ്റി വെക്കാം. നമ്മളിപ്പോ തിരുവണ്ണാമലയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രഭാഷണം നടക്കുമ്പോ ബോംബെയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയുടെ വീടൊക്കെ കട്ടുകൊണ്ട് മോഷ്ടിച്ചു പോയി, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ. ആരാ മോഷ്ടിച്ചതെന്ന് അവസാനം നോക്കുമ്പോൾ സെക്യൂരിറ്റിയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയി. നമ്മൾ വെക്കുന്ന സെക്യൂരിറ്റി തന്നെ എല്ലാം തരട്ടിക്കൊണ്ടുപോവാണ്. സെക്യൂരിറ്റി ഇല്ല ലോകത്തില്. സെക്യൂരിറ്റി ആത്മജ്ഞാനത്തിലേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ വസ്തുക്കള്, ഇതൊക്കെയാണ് ഞാൻ, അതൊക്കെ ഞാനല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എപ്പോഴും സെക്യൂർ ആണ്. ബാക്കിയൊന്നും സെക്യൂർ അല്ല. അതൊക്കെ എടുത്തോണ്ട് പോകും, അവകാശികൾ വന്ന് കൊണ്ടുപോകും. ചക്ഷുറുമേ സൂര്യൻ ഗച്ഛതു. ലാസ്റ്റില് ശവത്തിന് തീ വെക്കുമ്പോ തന്നെ ചക്ഷുസ് സൂര്യനിലേക്ക് പോകട്ടെ, ഓരോന്ന് അതാത് ഇന്ദ്രിയങ്ങൾ അതാത് സ്ഥലത്തേക്ക് പോകട്ടെ, ശ്രോത്രങ്ങൾ ദിക്കുകളിലേക്ക് പോകട്ടെ, ഈ ശരീരം ഭൂമിയിൽ പോട്ടെ, അതാത് ഇന്ദ്രിയങ്ങൾ അതാത് ദേവതകളിലേക്ക് പോട്ടെ എന്ന് അവരൊക്കെ ഇൻചാർജാണ്. അതൊക്കെ അവരവരെ എടുത്തോണ്ട് പോവും. ഒക്കെ തൽക്കാലത്തേക്ക് തന്നിരിക്കുകയാണ്. ഇതാപ്പൊ ബൈക്ക് ഇവിടെ ഉണ്ട്, അയാൾ കുറച്ച് കഴിഞ്ഞാൽ എടുത്തോണ്ട് പോവും. ചെയർ ഇവിടെ ഉണ്ട്, അതിന്റെ അവകാശികൾ ആരോ അവരെടുത്തോണ്ട് പോവും. ഈ കട്ടില് ഒക്കെ അവരവരുടെ ഇതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടു പോകും. ഇല്ലേ? അതേപോലെ
ഇത് ഓരോന്ന് കാലിന്റെ ദേവത എടുത്തോണ്ട് പോവും, കൈന്റെ ദേവത എടുത്തോണ്ട് പോവും, ചെവിയുടെ ദേവത എടുത്തോണ്ട് പോവും. ഇതൊക്കെ എടുത്തോണ്ട് പോവാത്തൊരു സാധനേ ഉള്ളൂ. അഹമസ്മി അഹമസ്മി അഹമസ്മി. അപ്പൊ ആ അഹമസ്മി മാത്രമായിട്ട് ഇരിക്കുമെന്നാണ്. അതുമിതുമല്ല അസദത്തമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.